സാർ നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ പ്രാക്ടീസിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ചാലഞ്ചായിട്ട് തോന്നുന്നത് നമ്മുടെ ഒരു വീടിൻ്റെ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചായിട്ടാണ് ഞാൻ പറയുന്നത്. വീടുകൾ ചെയ്യാൻ ഇന്ന് ഈ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ പുറത്തും അല്ലെങ്കിൽ പലപ്പോഴും കോൺട്രാക്ടേഴ്സ് തന്നെ ഈ വർക്ക് ഏറ്റെടുക്കാൻ റെഡി ആയിട്ടുമൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു ആർക്കിടെക്റ്റ് ആഡ് ചെയ്യുന്ന വാല്യൂ എന്താണെന്ന് ചിലപ്പോൾ പലപ്പോഴും പല ക്ലയൻസിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്കിടെക്ട്സും എന്നെ പോലെയുള്ള ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. സാർ എങ്ങനെയാണ് ഈ ഒരു ചാലഞ്ചിനെ ഫേസ് ചെയ്യുന്നത്? എന്താണ് ഒരു ആർക്കിടെക്റ്റ് ശരിക്കും പറഞ്ഞ ഒരു വീടിൻ്റെ ഡിസൈനിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു വാല്യൂ? ഇപ്പം പഴയ കാലത്ത് അത് പറയാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ തലമുറയിലാണെങ്കിൽ പോലും അത് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റഡ് ആണ്. വാല്യൂ എന്താണെന്നുള്ളത്, വാട്ട് ഈസ് ഒരു ആംബിയൻസിനുള്ളൊരു വാല്യൂ എന്താണ്. ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുമ്പോഴാണെങ്കിലും, പണ്ടാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ ചായക്കടയിൽ പോകാം, ഇവിടെ പോകാം എന്ന് പറയുന്ന ഫുഡിൻ്റെ വാല്യൂ മാത്രമായിരുന്നു. പക്ഷേ ഇന്നിപ്പം ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ കയറി ചെന്നാലും ആംബിയൻസിനൊരു വാല്യൂ ഉണ്ട്. അപ്പം ഈ വാല്യൂ എന്ന് പറയുമ്പോൾ അതിനൊരു മുതൽ മുടക്ക് ഉണ്ട്. സംബഡി നോളജബിൾ ഇൻ ദാറ്റ് ഹാസ് ടു ഡൂ ദ ഡിസൈൻ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ വന്ന് ഇന്നിപ്പം ആർക്കിടെക്ട്സിന് അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യാനോ പ്രൊജക്റ്റ് ചെയ്യാനോ ഇത്തിരി എളുപ്പമാണ്. അപ്പം ഇന്നത്തെ സമൂഹത്തിനടുത്ത് ഇപ്പോൾ ഒരു ഡിസൈനർ വേറെ നമ്മൾ ഇപ്പം ഒരു ഡിസൈനർ ബ്രാൻഡ് നമ്മൾ ധരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഡിസൈനർ ബ്രാൻഡ് ധരിക്കണം? നാളെ മറിച്ചാൽ പോരെ നാളെ. അതെ എന്ന് പറഞ്ഞാൽ ആ പ്രാക്ടിക്കാലിറ്റി, ആ ഫ്രൂഗലിസത്തിൽ നിന്ന് കുറച്ചുകൂടെ അത് നമ്മുടെ അതിനേക്കാൾ ഉപരി വൈ നോട്ട് എന്നുള്ള രീതിയിലോട്ട്, ഈവൻ ഇഫ് നമ്മളൊരു ഇൻകം സ്ട്രേറ്റയിൽ നമ്മൾ കുറഞ്ഞത് ആണെന്ന് പറഞ്ഞാൽ പോലും നല്ല രീതിയിലൊന്ന് വേഷം ധരിക്കാൻ, നല്ല രീതിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ ഒരു സലൂണിൽ പോയി നല്ലൊരു പ്രോപ്പർ ഗെറ്റപ്പിൽ നിൽക്കാനായിട്ട്, യു വെയർ ആൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പോലെ ആ ഒരു നല്ല രീതിയിൽ എന്ന് നടക്കാനായിട്ടുള്ളൊരു ശ്രമം ഇന്ന് സമൂഹത്തിൽ എല്ലാവരും അതിൻ്റെ അകത്ത് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പം ആർക്കിടെക്ചറിനെ സെല്ല് ചെയ്യാനായിട്ട്, അതായത് ആർക്കിടെക്ചർ ഒരു ഡിസൈൻ വാല്യൂവിനെ സെല്ല് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു നീഡ് ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ നേരിടുന്ന അല്ലെ നമ്മൾ സമീപിക്കുന്ന എല്ലാ ആൾക്കാരിലും ആ ഒരു ഇന്ന ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു ആർക്കിടെക്റ്റ്. അപ്പോൾ ഇവിടെ ഇന്നിപ്പം ആരുടെ വൈബാണ് ആരുടെ വൈബിലോട്ട് ഒത്തുപോകുന്നത് എന്നാണ് ഇന്നത്തെ ചിന്ത വരുന്നത്. പക്ഷേ ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അന്ന് നമ്മൾ വി ഹാഡ് ടു സെൽ ദ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷനെ എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യും, ഞാനൊരു ആർക്കിടെക്റ്റാണ്, എന്താണ് ഒരു ആർക്കിടെക്റ്റ് ചെയ്യുന്നത്. ഇന്നിപ്പം ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഈ ആർക്കിടെക്റ്റിൻ്റെ ഒരു സേവനം എന്താണ്, ആർക്കിടെക്റ്റ് കൊണ്ടുവരുന്ന ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. ഞാൻ പലപ്പോഴും ഈ നമുക്ക് കോളുകൾ വരുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവത്തിൻ്റെ ബേസിസിലാണ് ഞാൻ ഇവരോട് ആർക്കിടെക്റ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എൻ്റെ ഭാഗത്തുനിന്ന് പോകുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട റോഡ് സൈഡിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ മതി. പക്ഷേ ഇന്ന് നമ്മൾ അതിനേക്കാളും ഉപരി ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അവർ ചിലപ്പം ആ ഒരു നല്ലൊരു ഹോട്ടലിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമ്മൾ കഴിക്കുന്നതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിശപ്പടക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഒരു എക്സ്പീരിയൻസും കൂടെ അവിടെ ആകുകയാണ്. അതുകൊണ്ട് ആ ഹോട്ടലിൻ്റെ എന്താണോ മെനുവിൽ വെച്ചിരിക്കുന്ന കോസ്റ്റ് നമ്മളത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കേസിലും നാണം മറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വഴി കൂടെ ലുങ്കി ഇട്ടാണെങ്കിലും നടന്നാൽ മതിയല്ലോ. അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെ പുറത്തോട്ട് വരുന്നു. ബാക്കിയുള്ളവർ എങ്ങനെയാണ് നമ്മളെ മാനിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഡ്രസ്സിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഒന്നും പറയാതെ തന്നെ. ഇതാണ് ഡ്രസ്സിങ്ങിൻ്റെ സെയിം വിത്ത് ആർക്കിടെക്ചർ. അതായത് എൻ്റെ ഒരു ഇതിൽ നമ്മളൊരു വീട് വയ്ക്കുന്നു. ആ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെക്കാളും അതിലോട്ടൊരു ചായ്വുള്ള ഒരു വ്യക്തി, എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. നമ്മളിപ്പോൾ ഒരു തയ്യൽക്കാരൻ്റെ കടയിൽ പോയിട്ട് ഇത് എത്ര സ്റ്റിച്ച് വേണം എന്നല്ലല്ലോ നമ്മൾ പറയണേ. നമുക്ക് ഇന്ന ഒരു സാധനം വേണം, അല്ലെങ്കിൽ നമ്മളൊരു റെഡിമെയ്ഡ് പോയിട്ട് മേടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇത്രയല്ലേ വരുന്നുള്ളൂ. സിമിലർലിയാണ് ഞാൻ ആർക്കിടെക്റ്റ്. ഇപ്പം ഞാൻ ഈ ഒരു സാധനം പറയുമ്പോൾ ജനറലി അത്രമാത്രം ബഡ്ജറ്റിൽ കൺസ്ട്രെയിൻഡ് ഉള്ള ആൾക്കാരല്ലെങ്കിൽ അവർ ഈ ഒരു ആംഗിളിലോട്ട് പോകും. പക്ഷെ നമുക്ക് വരുന്ന ക്ലയൻസിൽ കുറേ പേർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ മേളിലൊരു റൂഫ് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ പറഞ്ഞ ഒരു നല്ലൊരു സിഗ്നിഫിക്കൻ്റ് ആൾക്കാർക്കും ഇത് പറ്റാറുണ്ട്.
സാർ ഞാൻ ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ആർക്കിടെക്ട്സ് ഒരു ക്ലയൻസിനെ ചാർജ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ്? ഞാൻ അതിൻ്റെ ഒരു ഡിസൈൻ പ്രോസസ്സ് ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ, എന്നാൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു റെമ്യൂണറേഷൻ പാർട്ടിനോട്ടൊരു നീതി പുലർത്താൻ നമുക്ക് പറ്റത്തുള്ളൂ. സാധാരണ ഒരു ക്ലയൻറ്റ് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ അവരുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കും. അപ്പം ഇത് തന്നെ ഒരു ചലഞ്ചാണ് എന്ന് പറഞ്ഞാൽ, ഒരു ഏതാണ്ട് ഞാൻ പറയും ഒരു ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ലെവലിൽ തന്നെയായിരിക്കും. കാരണം നമ്മുടെ മുമ്പ് ഇരിക്കുന്ന ആളിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, ഒരു ഡിസൈൻ്റെ ഇംപ്രസീവ്നെസ് അല്ലെങ്കിൽ ഡിസൈൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ടല്ലോ, ഇതെപ്പോഴും സ്പോട്ട് ഓൺ ബാങ്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കുമ്പോഴാണ്. സോ ഇതിൻ്റെ അകത്ത് ഡിസൈൻ്റെ ഇംപ്രസീവ്നെസ് അല്ലെങ്കിൽ അവരുടെ സന്തോഷം വരുന്നത് ഇത് എത്രത്തോളം നമുക്ക് ഓപ്പോസിറ്റിലിരിക്കുന്ന ആളെ എത്ര മനസ്സിലാക്കാൻ പറ്റുന്നു അത്രയാണ് ഇതിൻ്റെ ഒരു ലെവൽ ഓഫ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇതിൽ. അപ്പം ഈ ഡിസൈൻ പ്രോസസ്സ് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് സാധനം, അത്ര എളുപ്പമൊന്നും അല്ല അത്. അപ്പം നമുക്ക് ഒരു കുറേ സമയം നമുക്ക് ഇവരുമായിട്ട് സംസാരിക്കേണ്ടി വരും. ഇവർക്കും രണ്ടുപേരും എന്ന് പറയുക ഇതൊരു വൺ മാൻ ഷോ അല്ല ഇത്. ഞാനൊക്കെ പറഞ്ഞത് ഒരു കൊളാബറേറ്റീവ് എഫർട്ടാണ്. അതായത് ക്ലയൻ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ആരൊക്കെയാണോ തീരുമാനമെടുക്കാൻ കെൽപ്പുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കൾ ആരൊക്കെയാണോ അവരെല്ലാവരുമാണ് ഈ ക്ലയൻ്റ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ വരുന്നത്. അപ്പം അത് സ്പോൺസർ ചെയ്യുന്ന ഗൃഹനാഥൻ മാത്രമല്ല, എൻ്റെ അത് തീരുമാനം എടുക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയാണ് എൻ്റെ വീട് എനിക്കുള്ള സ്പേസ് ഇന്നതാവണം എന്നുള്ള തോട്ട്. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള പാരമീറ്റേഴ്സ്. ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ, ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ അകത്തൊരു ചാനലൈസറായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇവരുടെ ആഗ്രഹങ്ങളെ നമ്മൾ ഇവരുടെ എന്താ പറയുക, ഇംഗ്ലീഷിൽ പറയുന്ന പോലെ വി സ്റ്റാൻഡ് ഇൻ ദെയർ ഷൂസ് ആൻഡ് ദെൻ ഡിസൈൻ. അതായത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അവരാഗ്രഹിക്കുന്ന വീട് എന്താണോ അതാണ് ശരിക്കും പറഞ്ഞാൽ മിക്ക ആർക്കിടെക്ട്സും ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പം ഓപ്പോസിറ്റിലിരിക്കുന്ന ആളെ മനസ്സിലാക്കി, അപ്പോൾ ഇതിനകത്തൊരു നല്ല സമയം ചിലവാക്കി ഉള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനകത്ത് പെർസെൻറ്റേജസ് വൈസാണ് മിക്കപ്പോഴും ആർക്കിടെക്ട്സ് ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഫീറ്റ് കണക്കിലൊക്കെ പറയപ്പെടാറുണ്ട്. അത് ഈ പറഞ്ഞ ഇൻവോൾവ്മെൻറ്റും ഈ പറഞ്ഞ ഔട്ട്പുട്ടും എടുത്താണ് എന്ന് പറഞ്ഞാൽ എല്ലാ ആർക്കിടെക്ട്സും എന്താ പറയുക യുണീക്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇതുണ്ട്. എല്ലാവരും സമൂഹത്തിൽ വ്യത്യസ്തനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. 90% ആൾക്കാരെ ബ്ലെൻഡ് ചെയ്ത് പോകാനും എന്നാൽ വൃത്തിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് സമൂഹത്തിലുള്ളത്. അതേ സ്വഭാവം തന്നെയാണ് ഒരു വീടിനുള്ളത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴും ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നതും. അപ്പം ചില ആൾക്കാർ വരുവാണ് എനിക്ക് വ്യത്യസ്തനായിട്ട് നിൽക്കണം എന്ന് പറയുന്നത്. ആ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേസ് ടു കേസ് ഡിഫർ ചെയ്യുന്നുണ്ട്, ആർക്കിടെക്ട് ടു ആർക്കിടെക്ട് ഡിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ആർക്കിടെക്ട്സ് പല രീതിയിലാണ് ഇതിൻ്റെ അകത്തൊരു ചാർജിങ് ഇത് വരുന്നത്. അത് ഓരോരുത്തർ, ചിലരാണെങ്കിൽ ഈ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ മാത്രം എടുക്കുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന മാത്രം എടുക്കുന്ന പ്രോജക്ട്സ് എടുക്കുന്നവർ മാത്രമുണ്ട്. അത് എല്ലാവരും അവരവരെ ഡിഫൈൻ ചെയ്യാൻ പ്രാപ്തരാണ്. എല്ലാ ആർക്കിടെക്ട്സും അവരെ ഡിഫൈൻ ചെയ്യും, ഇതിങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് നമ്മൾ ഈ സുതാര്യത എന്ന് പറയത്തില്ല, നമ്മളൊരു റിലേഷൻഷിപ്പ് പോലെയാണ്. നമ്മൾ അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കുന്നതിൻ്റെ പ്രോസസ്സിൽ എല്ലാവരും എല്ലാ ആർക്കിടെക്ട്സും അവരെ ഒന്ന് എക്സ്പ്രസ് ചെയ്യും. ഓപ്പോസിറ്റിലിരിക്കുന്ന ക്ലയൻറ്റും പറയും ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മളൊരു സമന്വയതയിൽ അല്ലെങ്കിൽ ഓക്കെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പോവും, ഈ ഒരു യാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്നൊരു ചിന്തയിലോട്ട് വരും. ഒരു ആർക്കിടെക്റ്റ് ഇൻവോൾവ് ആകുന്നത് വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുമെന്നുള്ളൊരു ചിന്ത ഉണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു സാധാരണ വീട് വയ്ക്കുന്ന, ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടി വയ്ക്കുന്ന, ഒരു 1000 അല്ലെങ്കിൽ 2000 താഴെ വീട് വയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ലേബർ വരുമ്പോൾ ഉണ്ടല്ലോ, അവരൊരു കോസ്റ്റ് പറയുന്നത് തന്നെ സാറിനറിയാം, അതായത് 2 രീതിയിലാണ്. അവരൊരു സ്ക്വയർ ഫീറ്റിന് ഒരു കണക്ക് പറയും, 350 അല്ലെങ്കിൽ 400 രൂപ എന്ന് പറയും. ആർക്കിടെക്റ്റ് വരയ്ക്കുന്നതാണെങ്കിൽ അതിന് 50 രൂപ കൂടുതലാണ്. ഓക്കെ, ഇപ്പം ഇവരുടെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കിടെക്റ്റ് ആ പിക്ചർ വന്നു കഴിയുമ്പോഴേക്കും ഇതിൽ കുറച്ച് എലമെൻറ്റ്സ് കൂടുതൽ വേണ്ടി വരും. ആ എലമെൻറ്റ്സിൻ്റെ ഇതിൽ സ്ക്വയർ ഫീറ്റ് കണക്ക് ചിലപ്പോൾ അവർക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ എഫേർട്ടിനെ അവർ എടുക്കുന്ന ഈ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു വീട് വയ്ക്കാൻ വരുമ്പോഴേക്കും ആർക്കിടെക്റ്റിനുള്ള ഒരു ഫീസ് ഒരു സൈഡിൽ കൂടെ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ പണിയാനുള്ള പണിക്കാരൻ
അയാളും പറയുന്നു ആർക്കിടെക്ട് വരച്ച ഒരു സാധനമാണെങ്കിൽ 50 രൂപ അതിന് കൂടുതലുമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇച്ചിരി ഒരു കഷ്ടമല്ലേ അത് അങ്ങനെ അല്ല, നോക്കല്ലേ? ഞാനും ഒത്തിരി ഫേസ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ അത് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്ട് ഡിസൈൻ. അപ്പം നമ്മൾ പലപ്പോഴും ഒരു ഈ പറഞ്ഞ ഉടമസ്ഥൻ സ്വപ്നം കണ്ട് അവരുടെ സ്വപ്നമാണ് ഒരു വീടെന്ന് പറയാം. റേറ്റ് കൂടേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെല്ലാം പ്രീ പ്ലാൻഡ് ആണെങ്കിൽ ശരിക്കും പറയാം റേറ്റ് കുറയുകയാണ് വേണ്ടത്. നമ്മൾ ഒരു ബഡ്ജറ്റ് എൻറ്റയർ സാധനത്തിന് നമ്മൾ ബഡ്ജറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഇപ്പോൾ റൺ ചെയ്യുന്ന ഒരു തമ്പ് റൂളിൻ്റെ ബേസിസിലാണ്. എല്ലാത്തിനും ഒരു തമ്പ് റൂളുണ്ട്. അതായത് ഇന്ന് ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ. അപ്പം ഞാനൊക്കെ പറയുന്നത് ആ നോളജ് ഒരു മാർക്കറ്റ് നോളജായിട്ട് മാത്രമേ എടുക്കാവൂ, സ്പെസിഫിക് നോളജായിട്ട് എടുക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരു പനി വന്ന പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു അനലോഗിലോട്ട് ഒരിക്കലും പോരുത്. പനി വന്നാൽ പാരസെറ്റമോൾ കഴിച്ചാൽ ചിലപ്പോൾ കുറയായിരിക്കും, പക്ഷെ പനി വീണ്ടും നിൽക്കണമെങ്കിൽ ഡോക്ടറെ തന്നെ കാണേണ്ടതാണ്. അപ്പം ഇതാണ് ശരിക്കും പറയാൻ നമ്മൾ എടുക്കേണ്ട ഒരു അപ്രോച്ച്. കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ്. ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ചിലപ്പോൾ ചില കേസുകളിൽ നല്ലോണം കോസ്റ്റ്ലി എടുക്കുന്നുണ്ടാവും, ചില കേസിൽ അധികം കോസ്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ശരിക്കും ഒരു വോളിയം കൺട്രോൾ ചെയ്യുന്ന പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികം സമ്പത്തില്ലാത്തവരും അപ്രോച്ച് ചെയ്യുന്ന ഒത്തിരിയും കേസുകൾ ഞാൻ തന്നെ നേരിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, ഞങ്ങൾക്കൊരു വീട് തലയ്ക്ക് മേലെ ഒരു കൂര എന്ന് പറയുന്നത്, അവർക്ക് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം അതിനെങ്ങനെയാണ് ഡിസൈഡ്, അതിൻ്റെ അകത്ത് വരപ്പിൻ്റെ അല്ല, നമ്മൾ എന്ത് ചോയ്സസ് എടുക്കുന്നു, നമ്മൾ എന്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എടുക്കുന്നു, എന്ത് ടെക്നോളജി ഉപയോഗിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പാരമീറ്റർ വെച്ചിട്ട് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത്, ഇത് നമ്മുടെ മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഒരിക്കലും അങ്ങനെ പറയത്തില്ല. നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എക്യുപ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പ്ലാസ്റ്ററിങ് വേണ്ട ചില സ്ഥലങ്ങളിൽ നമുക്ക് പ്ലാസ്റ്ററിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലാസ്റ്ററിങ് അവോയ്ഡ് ചെയ്താൽ നമുക്ക് ഇത്ര രൂപ കുറയും. അല്ലെങ്കിൽ ചില റൂംസ് മൾട്ടി ഫങ്ഷണൽ റൂംസ് ആക്കുവാണെങ്കിൽ നമുക്ക് ഭിത്തികളുടെ എണ്ണം കുറച്ചാൽ എത്ര ഇഷ്ടിക കൺസ്യൂം ചെയ്യുന്നതും കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കൺസപ്ഷൻ ഓഫ് മെറ്റീരിയൽസ് നമ്മൾ കുറച്ച് നമ്മളൊരു ചിലവ് ചുരുക്കുന്നത്. അല്ലാതെ ഇതിനകത്തൊരു തമ്പ് റൂൾ അടിസ്ഥാനമല്ല. അവിടെയാണ് പഴയ ആൾക്കാർ എല്ലാം തമ്പ് റൂളാണ്. കമ്പിയുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രക്ചർ എഞ്ചിനീയറിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കേട്ടിട്ടുള്ളതാണ്. ആർക്കിടെക്റ്റിനേക്കാളും കൂടുതൽ ഇങ്ങനെ വരച്ച കമ്പിയുടെ എണ്ണം കൂടുതലാണ്. അപ്പം സ്ട്രക്ചർ എഞ്ചിനീയർ എപ്പോഴും ഒരു സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പാന്, അതിൻ്റെ എത്രയാണ് വിഡ്ത്ത്, അത് നോക്കിയിട്ട് 10 കമ്പിയാണോ 12 കമ്പിയാണോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് അറൈവ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കൺസൾട്ടൻസ് കയറുമ്പം സാധാരണ ഒരു കോൺട്രാക്ടർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് അയാളുടെ സ്ഥിരമുള്ള നോളജിൽ നിന്ന് അപ്പാർട്ടാണ് ഈ എക്സിക്യൂഷൻ ലെവൽ വരുന്നത്. അപ്പോൾ അവർ കണ്ണുടച്ചെങ്കിൽ കൂട്ടുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇഫ് അപ്ലൈഡ് പ്രോപ്പർലി അത് റേറ്റ് കുറയാതെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതാണ് അതിൻ്റെ റേറ്റ്. ഇങ്ങനെയാണ് ശരിക്കും നമ്മളതിനെ കാണേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഈ പല ആൾക്കാരും വിളിച്ചേച്ചേ നിങ്ങളുടെ വീടിൻ്റെ റേറ്റ് എന്താണ്, നിങ്ങൾ ചെയ്യുന്ന വീടിൻ്റെ റേറ്റ് എത്രയാണ്, സ്ക്വയർ ഫീറ്റിന് എത്രയാണ് കോസ്റ്റ് എന്ന് ചോദിക്കും. അല്ല, എൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട് എന്താണെന്ന് ആദ്യം ഒന്ന് പറ, എന്നാലേ എനിക്കത് ഡിസൈൻ ഒന്ന് അങ്ങനെയെങ്കിൽ ഞാൻ പറയാം എന്ന് പറയും. അല്ല, ഡിസൈൻ വരച്ചിട്ടില്ല, ഇത് നിങ്ങളുടെ കോസ്റ്റ് എത്രയാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയും. ഇങ്ങനെ വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു റെസ്പോൺസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് പറഞ്ഞതിൻ്റെ ഒരു പാരലായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീട് എന്താണ് എന്നറിയാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വീടിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് പറയുക? ഓക്കെ, അപ്പം ആദ്യം നമ്മൾ വരയ്ക്കണ്ടേ, വരച്ച എന്താണ് നിങ്ങളുടെ വീടെന്ന് മനസ്സിലാക്കാതെ ഞാൻ എങ്ങനെ ഇതിൻ്റെ കോസ്റ്റ് പറയും? ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ റാൻഡമായിട്ട് വിളിച്ചിട്ട് നിങ്ങൾ പറയാണ് എനിക്ക് ഭക്ഷണം വേണം, എന്താ ചിലവ് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അതിന് ഉത്തരം പറയുക? നിങ്ങൾക്ക് എന്താ ബിരിയാണിയാണോ വേണ്ടേ, ചപ്പാത്തിയാണോ വേണ്ടേ, ഈവൻ ചായ മതിയോ, എനിക്കറിയില്ലല്ലോ. ഓക്കെ, ഇതിനെല്ലാത്തിനും ഓരോന്നിനും ഓരോ റേറ്റാണ്. സാധാരണ എങ്ങനെയാണ് റേറ്റ്? അല്ല, പവൻ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു. അത് പറയുന്നത് വളരെ കറക്റ്റാണ്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ അകത്ത് ചിന്തിക്കേണ്ടത്. ഇപ്പം എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഏതിലൊരു വീട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ അടിയിൽ ഏറ്റവും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ റേറ്റ് എത്രയാണ്, ഇത് എത്ര രൂപയ്ക്ക് എത്തിയിരുന്നത്, ഇതാണ് സ്ഥിരം ചോദ്യം. അത് ഇന്നാരുടെ എന്നല്ല, എനിക്കൊന്ന് എല്ലാ പ്രോജക്ട്സിൻ്റെ അടുത്ത് നോക്കിയിട്ടുണ്ട്. ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏതൊരു പ്രോജക്റ്റിൻ്റെയും ഇടയിൽ ഇങ്ങനെ ഒരു ചോദ്യം എപ്പം സ്ക്രോൾ ചെയ്താലും കിട്ടും, ഈ വീടിന് എത്ര രൂപ ചിലവായി. അതെ, അപ്പം ഇതേ ചെലവിൽ എനിക്ക് ഇതുപോലെ കുറച്ച് മാറ്റങ്ങൾ അപ്പം ഇതൊരു സ്ഥിരം ചോദ്യമാണ് ഇത് വരുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് മീഡിയയിൽ ഒരു പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇൻസെപ്ഷനിൽ നിന്ന് 2 വർഷ കാലയളവ് കഴിഞ്ഞിട്ടുണ്ടാവും. 2 അല്ലെങ്കിൽ ഒരു 1.5 വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പം
അപ്പോൾ 1.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് പീരീഡാണ് ശരിക്കും പറഞ്ഞാൽ. നിസ്സാരം. അതിൻ്റെ ഉള്ളിൽ ചായയുടെ വില കൂടിയിട്ടുണ്ട്, ബാക്കിയുള്ള ജീവിത ചെലവ് മാറിയിട്ടുണ്ട്, എല്ലാത്തിനും ചിലവ് മാറിയിട്ടുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റും മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും ഒരു പാരമീറ്ററായിട്ട് എടുക്കരുത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയുമ്പോഴത്തേന് കുറച്ചുകൂടെ പ്രോജക്റ്റ് ക്ലോഷറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്തതിൻ്റെ ഭാഗം ഇതൊക്കെ ഇന്ന് പണിയുവാണെങ്കിൽ ഇത്ര രൂപയാകും എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു എലാബറേറ്റ് കോൺവെർസേഷനാണ്. ഇറ്റ് ഈസ് നോട്ട് എ വൺ ക്വസ്റ്റ്യൻ വൺ ആൻസർ. കറക്റ്റ്. ഇതല്ല എൻ്റെ അകത്ത് വരേണ്ടത്. ഇതിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ടച്ച് ചെയ്തതുകൊണ്ട് പറയുകയാണ്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയെ കുറ്റം പറയുന്നതല്ല, അങ്ങനെയല്ല. പക്ഷേ കുറച്ച് നാൾ മുന്നേ ഒരു സംഭവം വന്നു. ഒരാൾ എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്കിൽ ഒരു യൂട്യൂബറിൻ്റെ ഒരു ലിങ്കാണ്, ഞാൻ ആരുടെയാണെന്നൊന്നും പറയുന്നില്ല. ഈ ലിങ്കിൽ വന്ന ഒരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന പുറയിലെ അതിസുന്ദര ഭവനത്തിൻ്റെ എൻറ്റയർ കോസ്റ്റ് വെറും 45 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഇതുപോലൊരു വീട് സാറ് ചെയ്യാൻ എന്ത് കോസ്റ്റ് വരും? ഞങ്ങൾക്ക് സ്ഥലം ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ട്, സാറ് ചെയ്യാനാണ് ഈ 45 ലക്ഷം രൂപയ്ക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിതിന് പറഞ്ഞ ഉത്തരവ് ഇതാണ്: നിങ്ങളുടെ ഈ വിളിച്ച യൂട്യൂബുകാരനെ വിളിക്കുക, അയാൾ 45 ലക്ഷം രൂപയ്ക്ക് ചെയ്യാനൊരു കൺസ്ട്രക്ഷൻ അഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ ഞാൻ 40 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സാർ, അപ്പോൾ അയാൾ പറയുന്നത് തെറ്റാണെന്നാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയാൾ പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. ഇപ്പം നിങ്ങൾ കാണുന്ന വീടിൻ്റെ നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? വീടിൻ്റെ എൻറ്റയർ സാധനം ഉണ്ടല്ലോ, അതായത് ഒരു ഫൗണ്ടേഷൻ തുടങ്ങി ആ വീട് തീരുന്നത് വരെയായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അടക്കമാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു വീടിന് 45 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ എല്ലാ അലങ്കാരികതയോടും കൂടെയാണ് നിങ്ങളുടെ മനസ്സിലത് കയറിയിരിക്കുന്നത്. നിങ്ങളിനി അവരെ വിളിച്ചു ചോദിച്ചോ, ഈ ഒരു ബഡ്ജറ്റ് 45 ലക്ഷം രൂപയ്ക്ക് ആ വീട് പുള്ളി ചെയ്തു തരാമെന്നൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഞാൻ 40 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഇച്ചിരി മൂഡ് മോശമായിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ശരി, ഞാൻ എന്നാൽ സാറിനെ നോക്കിയിട്ട് വിളിക്കാം, എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്തോന്ന് പറഞ്ഞു. വിളിച്ചു. പിറ്റേ ദിവസം പുള്ളി വിളിച്ചു. എൻ്റെ പുള്ളി എന്നോട് പറഞ്ഞതാണ്, ഇല്ല, അത് സ്ട്രക്ചർ മാത്രമാണ് 45 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡെലിബറേറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഹുക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു എമൗണ്ട് വെറുതെ ഇടും. മനഃപൂർവ്വമായിട്ടൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് അതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഈ ഇടുന്ന വ്ളോഗറിനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരാൾക്കാർക്കോ ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ടെക്നിക്കൽ അവയർനെസ്സോ ഒരു പ്രോജക്റ്റ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം തൊട്ട് അവസാനത്തെ ഘട്ടം വരെ ചെയ്ത എക്സ്പീരിയൻസോ ഉള്ളവരായിരിക്കില്ല. പക്ഷേ എന്തോ അവിടെയോ പറഞ്ഞു കേട്ടു, അതിലെന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു മാറ്റം വരുത്തി അതിൻ്റെ പുറത്ത് ഇവരിത് പബ്ലിഷ് ചെയ്യുമ്പോൾ ശരിക്കും പറയുന്നത് ഈ ഒരു വലിയ മാസമാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അത് സാറിനെ പോലെ ഒരു പ്രൊഫഷണൽ അടുത്ത് വരുമ്പോഴായിരിക്കും അവർക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടുന്നത്. ഈ ഒരു ബഡ്ജറ്റ് തീരില്ല സുഹൃത്തെ, നിങ്ങളുടെ ബഡ്ജറ്റ് ഇതാണെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഇതിൽ മാറ്റി വെക്കണം, അതല്ലെങ്കിൽ വരില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, സാറിന് വിവരമില്ല, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നു, ഇന്നയാളെ വെച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഈ കോസ്റ്റിൽ തീർന്നേനെ എന്നൊക്കെ ഉള്ളതാണ് ഇത് ഒരു സംഭവം. ഇതിൽ സാറിന് ഇതിൽ എന്തെങ്കിലും കൂടുതൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എന്ന് പറയും, നമ്മളെ സമീപിക്കുന്ന ആൾക്കാർ ഒരുവിധം സ്റ്റഡീഡായിട്ട് വരുന്നവരാണ്. എനിക്കൊന്ന് പ്രത്യേകിച്ച് ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഒരുവിധം എല്ലാം സ്റ്റഡീഡായിട്ടാണ് ഞാൻ നേരിടുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഒത്തിരി കണ്ട് ഞാൻ ഇനി എൻകറേജ് ചെയ്യാത്തതുകൊണ്ടാണോ തുടക്കത്തിലെ അങ്ങനെയുള്ള ചോദ്യങ്ങളങ്ങ് മാറി നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ എനിക്ക് വരാറില്ല. വരുന്ന ആൾക്കാരെല്ലാം ഒരുവിധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താ പറയുക, ബെറ്റർ പാർട്ട്നേഴ്സ് ഇൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ദൈവം സഹായിച്ചെന്ന് പറയാൻ മാത്രമേ എനിക്ക് എൻ്റെ അകത്ത് സാധിക്കത്തുള്ളൂ. എല്ലാവരും ആ ഡിസൈനിൽ നമുക്ക് മുന്നേറണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഐ, അതായത് ഒരു ഡിസൈനിൽ മുന്നേറ്റം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അജണ്ട. അവരുടെ റിസോഴ്സസ്, അവരുടെ ബഡ്ജറ്റ്. ഞാൻ ഒരു ക്ലയൻറ്റിനെ കാണുന്നത് പേട്രൺസ് ഓഫ് ആർട്ടായിട്ട് തന്നെയാണ്. അതായത് ആ രീതിയിൽ വന്നാൽ മാത്രമേ നമുക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമ്മളെക്കൊണ്ടൊരു പ്രയോജനം, നമ്മളെക്കൊണ്ടൊരു മെച്ചമോ കലയിലും അവർക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് കലയുടെ ഏറ്റവും ഉത്തമത്തിലല്ല നമ്മൾ പോകുന്നത്, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ടോട്ടലി എക്സ്ട്രാവഗൻ്റ് ഒരു ഡിസൈൻ വന്നാൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. ചിലപ്പം അത് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു സാധനം അതെ ഇൻ്റർനാഷണൽ ആർക്കിടെക്ചറൽ അവാർഡ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഗാലറിയിൽ ഇത് വരുമ്പോഴത്തേനും നല്ലൊരു ഫ്രീക്ക് ഔട്ട് പ്രോജക്റ്റ് ഇത് വന്നു, നല്ല രസമായിരുന്നു, ഇതാണെന്നൊക്കെ ഉള്ള അക്ലെയിം നല്ലതാണ്. പക്ഷെ ചിലപ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അതായിരിക്കത്തില്ല അവരുടെ ആഗ്രഹം.
അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മളെ സമീപിക്കുന്നവർ, ഇപ്പം ഞാൻ ഈ പ്രൊഫഷനെ കാണുന്നത് ഞാനൊരു സേവകൻ കൂടിയാണ് എന്ന് പറയും. ഞാനൊരു എന്നെ സമീപിക്കുന്നവരെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലിയുടെ ഒരു ഭാഗം. അപ്പം അല്ലാതെ ഞാൻ ഇന്നത് മാത്രം വരയ്ക്കുമെന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഞാൻ പൊതുവെ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അവരെ അതിന് മാനിക്കുന്നുമുണ്ട് ഞാൻ. കാരണം വെച്ചാൽ അവർ അങ്ങനെ തന്നെ പറയുന്നത്, ഞങ്ങൾ ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വ്യത്യസ്തൻ എന്ന് പറയത്തില്ലേ, ആ വ്യത്യസ്തതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന കുറേ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അവരും സമൂഹത്തിലും കലയ്ക്കും ആവശ്യമായിട്ടുള്ളവർ തന്നെയാണ്. സാധാരണ ഒരു കലയും ആർക്കിടെക്ചറുമായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു കല എന്ന് പറയുമ്പം ഞാൻ ഈ ഒരു ആർട്ടിനെ, ജസ്റ്റ് ഒരു ഫൈൻ ആർട്സിനെ മാത്രം നമ്മളൊരു കല എന്നുള്ള രീതിയിൽ വെക്കുകയാണെങ്കിൽ, ഒരു പെയിൻറ്റിങ്ങിനെ കല എന്നുള്ളൊരു അങ്ങനെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഇതിൽ ഈ ഒരു പെയിൻറ്ററും ആ ഒരു പേട്രണും ഒരു ക്യാൻവാസും മാത്രമേ എലമെൻസ് ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നമ്പർ ഓഫ് എന്താ പറയുക സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഈസ് വെരി 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 ഹ്യൂജ്. എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന സ്ഥലം അത് എക്കാലത്തേക്കുമായിട്ട് ആ സ്ഥലം മാറിപ്പോവാണ്. ഇനി അതിലൊരു തിരിച്ചുപോക്കില്ല. മരം വെട്ടി മണ്ണ് കുറച്ച് ക്ലിയർ ചെയ്തു, ഫൗണ്ടേഷൻ ഡിഗ് ചെയ്തു, അത് എക്കാലത്തേക്കുമായിട്ട് മാറി. അവിടെയുള്ള ജീവജാലങ്ങൾ മാറി, എല്ലാം മാറി. ഇനി ഫിലോസഫിക്കലി ഒന്നും നമ്മൾ പോയില്ലെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അതിലൊരു കോൺട്രാക്ടർ ഇൻവോൾവ് ആണ്, ഒരു ഇലക്ട്രിക്കൽ ടീം ഇൻവോൾവ് ആണ്, പ്ലംബിംഗ് ടീം ഇൻവോൾവ് ആണ്, ഒരു ടൈലിംഗ് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ആൾക്കാർ വരുന്നുണ്ട്. എല്ലാത്തിലുപരി ഒരു പേട്രണും അവരുടെ താല്പര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്രയും അധികം ആൾക്കാരുടെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ എന്തോ ഒരു നീഡും എന്തോ ഒരു മീറ്റും എന്താ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഒരു ആർക്കിടെക്റ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നതിലാണ് ഇതിൻ്റെ ഒരു ചാലഞ്ചായിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു കാരണവശാലും ഒരു ആർക്കിടെക്റ്റ് ആവാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല. ഇത്രയും വീടുകൾ റിവ്യൂ ചെയ്യുകയും വരയ്ക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറയാനാണെങ്കിലും നമുക്ക് പറ്റും. പക്ഷേ സാറ് ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും ഒരു രീതിയിലും ഒരു യൂണിവേഴ്സിലും എനിക്ക് പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ആൾക്കാരും നമ്മളെ വിളിച്ചേച്ച് സാറ് വീട് വരച്ച് തരുമോ എന്ന് പറയുമ്പം അവിടെ വരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പ്ലാൻ വരച്ചാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. നമ്മളിതിപ്പോൾ എത്ര ദിവസം എത്രയൊക്കെ പ്ലാനുകൾ നമ്മൾ കാണുന്നു. അതിന് പറഞ്ഞാൽ ഈ ഒരെണ്ണം ഗൂഗിൾ പേസ്റ്റ് എടുത്ത് പേസ്റ്റ് ചെയ്യുന്നതല്ലല്ലോ. കാരണം ഇതിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ ക്ലയൻസിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാകുമ്പോഴേക്കും ഒരു പ്ലാൻ അവർക്ക് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇതെല്ലാം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും പാരാമീറ്റേഴ്സ് ഒപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഇതൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടെ പവൻ ഉൾപ്പെടെ കുറേ പേരടങ്ങുന്നതാണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് തന്നെ. ഇപ്പം പവൻ പറയുന്നത് തന്നെ ഒരു സ്ഥലമുണ്ട്, സ്ഥലത്തിന് ചുറ്റും അയൽവാസികളുണ്ട്. ഇതിൻ്റെ ഒരു വലിയ ഒരു ബിഗർ പിക്ചർ പറയുന്നത് നമ്മുടെ പ്രകൃതിയുണ്ട്, ഭൂമിയുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ബെനിഫിഷ്യറീസും ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കാൻ പോകുന്ന ആൾക്കാരാണ് ഇതിൻ്റെ അകത്തെല്ലാം വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ നീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ആർക്കിടെക്റ്റിൻ്റെ നീഡ്. ശരിക്കും പറയാൻ നല്ലോണം ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവരെ എല്ലാം, അതായത് നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റിനെ മാത്രമല്ല, ഈ എല്ലാ സാഹചര്യങ്ങളെയും, അതായത് നമ്മുടെ പൊതുസമൂഹത്തെയും അവർക്കും ദോഷമാണ് ഇന്നത് ചെയ്താൽ എന്ന് ഉപദേശിക്കുന്ന ഒരാളും കൂടെയാണ് ഒരു ആർക്കിടെക്റ്റ്. അപ്പം ഇതിനകത്തൊരു സ്റ്റാൻഡ് അലോൺ ഒരു ഓബ്ജക്റ്റ് മാത്രമല്ല ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഇന്നത് ചെയ്താൽ നമുക്ക് പ്രകൃതിക്കൊരു ദോഷമുണ്ട്, അല്ലെങ്കിൽ നമുക്കത് ചെയ്യണ്ട എന്ന് പറയാനും ശരിക്കും പല ആർക്കിടെക്ട്സും ശ്രമിക്കാറുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒത്തിരിയും പേര് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇപ്പം ചില ഇന്ന സ്ഥലങ്ങളിൽ പണിതാൽ അതിന് ദോഷമുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ ഹൈറൈസ് പോകണ്ട, ഇങ്ങനെ ശരിക്കും പറയാം ഇങ്ങനെ ഒരു കൺസൾട്ടൻറ്റ് ശരിക്കും പറയാം എല്ലാ പ്രോജക്റ്റിനും നീഡഡാണ്. ഒരു ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയുടെ സംവിധായകൻ്റെ കൂട്ട് മാത്രമാണ്. അതായത് എല്ലാ ആൾക്കാരെയും, ടെക്നീഷ്യൻസിനെയും, എല്ലാ കാര്യങ്ങളെയും, പ്രൊഡ്യൂസറെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണ് ഒരു ആർക്കിടെക്റ്റ്. അപ്പോൾ ആർക്കിടെക്റ്റിൻ്റെ ജോലി അത് തന്നെയാണ്. അതായത് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുക. ചിലപ്പം ഒരു പർട്ടിക്കുലർ വിഷയത്തിന് അദ്ദേഹത്തിന് അഗാധമായ ജ്ഞാനം ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരു ലീഡ് പറയാനായിട്ട് ഉണ്ട്. സ്ട്രക്ചർ എഞ്ചിനീയർ, എനിക്ക് സ്ട്രക്ചർ എഞ്ചിനീയറിങ്ങിന് വലിയ അറിവ് കാണത്തില്ല, പക്ഷേ ഇന്നത് ചെയ്താൽ നമുക്ക് ചുരുക്കാൻ പറ്റുമോ, ചിലവ് ചുരുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസൾട്ടൻസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരാണ് ശരി നമുക്കന്ന് അങ്ങനെ നോക്കാം. അപ്പം ഇങ്ങനെ ഒരു ഐഡിയേഷൻ പോയിൻ്റ്, അതായത് എന്നെ സമീപിക്കുന്ന ക്ലയൻറ്റിന് നമുക്കത് ഇങ്ങനെ ചെയ്താൽ നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റുമോ. ഇപ്പം ചിലപ്പോൾ നമുക്കൊരു ക്യാൻലിവർ നല്ല രീതിയിൽ നിന്ന് കൊടുത്താൽ ബിൽഡിങ്ങിന് കുറച്ചുകൂടെ ഏസ്തെറ്റിക് ഒരു ലുക്ക് വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ
നമ്മളത് ചിലപ്പം ക്ലയൻറ്റിൻ്റെ അത്ര റിസോഴ്സസ് കാണത്തില്ല. അപ്പോൾ നമ്മൾ എഞ്ചിനീയറോട് ചോദിക്കും, നമുക്കതിങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ നമുക്കത് മാറ്റം വരുത്തിയാൽ, അല്ലെങ്കിൽ ഡിസൈനിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ ചെയ്യാൻ പറ്റുമോ? പറ്റും എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പലരുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്താണ് ശരിക്കും പറയാം നമ്മളൊരു ഒരു പ്രോജക്റ്റിലോട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിഫാക്റ്റിലോട്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ തീർക്കുന്നത്. ഈ ആർക്കിടെക്ട്സിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ഈ ഇലക്ട്രിക്കൽ ഇപ്പോൾ സ്ട്രക്ചർ എന്താണെങ്കിലും കൂടിയേ തീരൂ. അതൊരു സ്ട്രക്ചറലുമായിട്ട് ഒരു ഡിസ്കഷനും ഒരു എന്താ പറയുക, ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ മോഡിഫിക്കേഷൻ കുറേയും കൂടെ സ്ട്രക്ചറിൻ്റെ ഇൻപുട്സ് ഒക്കെ കിട്ടി ചെയ്യാൻ നിർബന്ധിതരാവാറുണ്ട്. പക്ഷേ പ്ലംബിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബിൽഡിംഗ് ഓട്ടോമേഷൻ, സോളാർ, ഇങ്ങനെയുള്ള ഒത്തിരി എലമെൻറ്റ്സ് ആർക്കിടെക്ട്സ് അവരുടെ ഡിസൈൻ ഈ പറഞ്ഞ എലമെൻറ്റ്സ് കാരണം മാറ്റേണ്ടി വരുന്ന ഇൻസിഡൻസ് ചുരുക്കമാണ്, അറ്റ്ലീസ്റ്റ് വീടിൻ്റെ ഒരു ഇത് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തോട്ടാട്ടോ, തെറ്റായ തോട്ടാണെന്ന് തന്നെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ആർക്കിടെക്ട്സ് പൊതുവെ എസ്പെഷ്യലി സാറിൻ്റെ സീനിയോറിറ്റി ഉള്ളവരൊക്കെ, പക്ഷേ അതല്ലാതെ കുറച്ചുകൂടെ ചെറുപ്പക്കാർ ആർക്കിടെക്ട്സിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ വളരെയധികം ഈ ഇലക്ട്രിക്കൽ പ്ലംബിങ് എലമെൻറ്റ്സ് ഒക്കെ വളരെയധികം എന്താ പറയുക, അവർക്ക് അതിനെക്കുറിച്ചൊരു അല്ലെങ്കിൽ അവരുടെ ഡിസൈൻ ഇത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാധനമല്ല എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സാറിപ്പോൾ കഴിഞ്ഞ തവണ IAEAയുടെ ട്രിവാൻഡ്രം ചാപ്റ്റർ ചെയർമാനായിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. സാർ ഒത്തിരി പുതിയ ആർക്കിടെക്ട്സുമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതും എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞ ഒബ്സർവേഷനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ അക്കാഡമിക് ലെവലിൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴും നമ്മളിത് പ്രത്യേകം പഠിപ്പിക്കാറുണ്ട്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഈ സിവിൽ സ്ട്രക്ചർ മാത്രമല്ല, പ്ലംബിങ്ങും. അവസാനം നമ്മളിപ്പം എല്ലാം പണിതു, മുൻവശത്തൊരു ടാങ്ക് വന്നാൽ എൻ്റെ സൗന്ദര്യം പോയില്ലേ? അപ്പം വാട്ട് ഈസ് വേറെ കോർ എസെൻസ് ഓഫ് എൻ ആർക്കിടെക്ട് എന്തോ? കണ്ടാൽ സൗന്ദര്യമുള്ളത് എന്ന് തോന്നുന്നു നല്ലൊരു സാധനം. അപ്പോൾ ഈ നല്ല ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് പ്ലംബിംഗ് ലൈൻ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ അകത്തൊരു അപാകത, സർവീസ് ലൈൻ മാനിഫെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പോരായ്മയാണ്. ഈ പോരായ്മ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ആർക്കിടെക്റ്റിൻ്റെ മിടുക്ക്. അപ്പോൾ അവിടെ നമ്മളതിനെ കവറപ്പ് ചെയ്യും. ഇപ്പം ചില ഡിസൈൻ സാഹചര്യങ്ങൾ ചിലപ്പോൾ ടോയ്ലറ്റ് നേരെ ഫ്രണ്ടിൽ തന്നെ വരയ്ക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇത് കാണിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്, ഇവിടെ ഇന്നൊരു ടോയ്ലറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു പോരായ്മയുണ്ട് എന്ന് കാണിക്കാതിരിക്കുക എന്നാണ് നമ്മുടെ മുമ്പിൽ ചലഞ്ച്. പലപ്പോഴും ഈ വീട് ഇപ്പോൾ ഈവൺ ഒരു ആർക്കിടെക്റ്റ് ഒരു ലേ ഔട്ട് വരച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3D എലവേഷൻ, ഇപ്പോൾ സാധാരണ ക്ലയൻസ് സംസാരിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഒരു 3D കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കിടെക്റ്റുമായിട്ട് പ്രത്യേകിച്ച് വലിയ ഇൻവോൾവ്മെൻ്റ് ഇല്ലാണ്ട് ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം. ചിലപ്പോൾ എന്നെപ്പോലെ ഒരു കോൺട്രാക്ടർ മാത്രമായിരിക്കും പിന്നെ അവരുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഭയാനകമാണ്. കാരണം ഒരു നല്ല കോൺട്രാക്ടർ വന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഇതിൻ്റെ ഒരു വാട്ടർ ടാങ്കിൻ്റെ പൊസിഷൻ ഇവിടെ വെച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇത് വൃത്തികേടാവും എന്ന് പറഞ്ഞില്ലെങ്കിൽ പലപ്പോഴും ഇതിനെ ഒരു ഓവറോൾ ആംഗിളിൽ ആലോചിക്കാതെ പ്ലംബറോ ഇലക്ട്രീഷ്യനോ ആണ് തീരുമാനിക്കുന്നത് എവിടെയാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും വേണ്ടതെന്നുള്ളത്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞൊരു സിറ്റുവേഷനിലേക്കാണ് പലപ്പോഴും പോകുന്നത്. വീടിൻ്റെ ഓവറോൾ ഭംഗിയും ഓവറോൾ ഒരാൾ രൂപകൽപ്പന ചെയ്ത ആ ഒരു പെർഫോമൻസും ശരിക്കും പറഞ്ഞാൽ അവിടെ കോംപ്രമൈസ്ഡ് ആവുകയാണ്. ഇതിനെക്കുറിച്ച് ടോട്ടാലിറ്റിയിൽ ആലോചിക്കാത്ത ഒരാൾ ഡിസിഷൻസ് എടുക്കാൻ പിക്ചറിൽ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ പറയുന്നത്, നമുക്ക് ഡിസൈനിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാൾ നമ്മുടെ ടീമിൽ എന്ത് തന്നെയാണെങ്കിലും വേണം. മേ ബി ഒരു ആർക്കിടെക്റ്റിനെ ഒരു ബഡ്ജറ്റ് ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ അങ്ങനെയെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മുടെ ടീമിൽ വരണം എന്ന് പറയാറുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ ആർക്കിടെക്റ്റിൻ്റെ കോസ്റ്റിനെ കുറിച്ച് സാറ് സംസാരിച്ചു. ഒരു സാധാരണക്കാരന് ഒരു ആർക്കിടെക്റ്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ കുറേയെങ്കിലും സാഹചര്യത്തിൽ നമുക്കുണ്ട്. ഇതിനൊരു ആർക്കിടെക്ചർ കമ്മ്യൂണിറ്റി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഒരു ആർക്കിടെക്ട് പറഞ്ഞ ചോദ്യത്തിന് ഞാനൊരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാനൊന്ന് ഇട്ടാം. അതായത് ഡിസൈൻ അല്ലെങ്കിൽ 3D എലിവേഷന് ശേഷം ഒരു ആർക്കിടെക്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾ ശരിക്കും പറയാൻ രാവിലെ തുടങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം ഓഫീസ് അടയ്ക്കുന്നത് വരെ ഞാൻ നേരിടുന്നത് ഫോൺ കോളുകളാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു എന്തിനാ ഇത്രയും ഫോൺ കോളുകളുടെ ആവശ്യം, ഡിസൈനിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ വെറുതെ ഒരു ഘട്ടത്തിൽ ഞങ്ങളൊന്ന് കണക്കെടുക്കാൻ തുടങ്ങി. നമ്മുടെ എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ ഏറ്റവും വലിയ ഒരു ഇത് വരുന്നത്. 7,000 തൊട്ട് 14,000 വരെ ഏകദേശം ഒരു സംഖ്യയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഒരു പ്രോജക്റ്റിന് തുടക്കം മുതൽ അവസാനം വരെ ക്വറീസ് വരുന്നത്. എന്നറിയാം, അതൊരു ചെറിയ ഇതല്ല. അതായത് നമുക്ക് ഇവിടെ ഇന്നൊരു സാഹചര്യം നേരിട്ടു, എങ്ങനെ എന്തോ ചെയ്യണം, അതായത് ഭൂമിയിൽ അടിത്തറ
വാനം വെട്ടിയപ്പോൾ അവിടെ കല്ല് വന്നു, അല്ലെങ്കിൽ അവിടെ ഉറപ്പില്ലാത്ത എന്ത് ചെയ്യണം എന്ന് തൊട്ട് തുടങ്ങി അവസാനത്തെ ഇഷ്ടിക വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എന്ത് ചെയ്യണം എന്ന് തൊട്ട് അങ്ങനെ ക്രമേണ വരുന്ന ചോദ്യങ്ങൾ ഒരു പൂർണ്ണ വിധേയത്വം പ്രാപിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്നത്. നമ്മൾ ഉത്തരത്തിൻ്റെ സൊല്യൂഷനാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആ ഉത്തരത്തിൻ്റെ ഇടനില നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ആൾക്കാരിൽ നിന്ന് ചോദ്യം കണ്ടെത്തി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആ ഒരു നമ്മളൊരു ലീഡർഷിപ്പ് റോൾ എന്ന് പറയത്തില്ലേ, ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ നേരിട്ടു, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പറഞ്ഞ ഡയറക്ടർ റോൾ അത് പെട്ടെന്ന് ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക്, അല്ലെങ്കിൽ അവിടെ വരുമ്പം പുതിയൊരു ഇലക്ട്രിക്കൽ പോസ്റ്റ് വന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിനെ കവറപ്പ് ചെയ്യുന്ന ഒരു മേജർ പ്രോജക്റ്റ് ഇവിടെ പുതുതായിട്ടൊരു വരുന്നു, നേരത്തെ അത് ഉണ്ടായിരുന്നില്ല, പുതിയത് വന്നു, എന്ത് ചെയ്യും? ഇങ്ങനെ പറഞ്ഞ എല്ലാ പ്രോജക്റ്റുകളും, നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന എല്ലാ പ്രോജക്റ്റുകളും ശരാശരി ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ ഓഫീസിൽ വെറുതെ ഒന്ന് എഴുതി വയ്ക്കാൻ പറയും ഒരു ഡയറിയിൽ. അതിപ്പോൾ ഇല്ല, പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഹൗ ബിഗ് ഈസ് എ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ എന്ന് പറയും, ഹൗ ടൈം കൺസ്യൂമിങ് ഈസ് എ പ്രോജക്റ്റ്. അതുകൊണ്ട് ഒരു പ്രോജക്റ്റും നിസ്സാരതയിൽ വരുന്നില്ല എന്ന് പറയും. നമ്മൾ പറയുന്നല്ലോ കുൽജ സിംസ് എന്ന് പറയുമ്പോഴത്തേന് നടക്കുന്നതല്ല ഒരു പ്രോജക്റ്റ്, ഇറ്റ് ഈസ് എ ലോഡ് ഓഫ് എഫേർട്ട്. അത് ആർക്കിടെക്റ്റ് മാത്രമല്ല, ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാവരും, അതിൻ്റെ അകത്ത് പണിയുന്ന ചെറിയ ആൾക്കാർ പോലും അതിൻ്റെ അകത്ത് ഒരു ഹെവി റോൾ പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ്. ഞാൻ എല്ലാവരോടും അതിൻ്റെ അകത്ത് ഒരു കൃതജ്ഞതയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ചാനലൈസർ മാത്രമാണ്, പക്ഷേ ആ ചാനലൈസർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പിവോട്ടൽ ടു ദ പ്രോജക്റ്റ്. ഇതിൽ ഈ ഒരു ആർക്കിടെക്റ്റിനെ അവോയ്ഡ് ചെയ്ത ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ, കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ആർക്കിടെക്ചറൽ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഏറ്റവും ലോ ബഡ്ജറ്റായിട്ടൊരു സാധാരണക്കാരൻ വീട് വയ്ക്കാൻ വരുമ്പോൾ, സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ഏറ്റവും ഒരു ബിലോ മിഡിൽ ക്ലാസ് എന്നുള്ള ഒരാൾ വീട് വയ്ക്കാൻ വരുവാണെങ്കിൽ ഇന്നത്തെ ഒരു ഇതിലൊരു 25 ലക്ഷം രൂപയിലും താഴെ ബഡ്ജറ്റുള്ള ഒരു വ്യക്തി ഒരു വീട് വയ്ക്കുമ്പോൾ ആർക്കിടെക്ചറൽ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ എന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? അതിൻ്റെ അത് കമ്മ്യൂണിറ്റിക്ക് റോളില്ലല്ലോ. പറഞ്ഞാൽ ഞാൻ മുമ്പ് പറയുന്ന പോലെ തന്നെ ഇതൊരു പേഴ്സണൽ ചോയ്സ് മാത്രമാണല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചിലവ് ചുരുക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. ഇത് ഉടമസ്ഥനും ആർക്കിടെക്റ്റും ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ എടുക്കുന്നതാണ്. നമുക്ക് ഞാൻ മുമ്പ് പറയുന്നത് മൾട്ടി ഫങ്ഷണലായിട്ടുള്ള റൂംസ്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ചിലവ്. ഞാൻ ചോദിച്ചത് സാർ, അതിൽ ഇപ്പം അങ്ങനെ ഒരു 25 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കുന്ന ഒരാൾക്ക് ആർക്കിടെക്റ്റിനെ വെക്കാമെന്നൊരു ചിന്ത പോലും ആ വ്യക്തിയുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഈ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ മുതൽ പണിയുന്ന ആർക്കിടെക്ട്സ് ഒത്തിരിയും പേരുണ്ടെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക, പണ്ട് ഞാനൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു, വളരെ ലോ ബഡ്ജറ്റായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പം അത് ചെയ്യാൻ സാധിച്ചത് ആ ക്ലയൻറ്റിൻ്റെ എന്താ പറയുന്നത് വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയത്തില്ലേ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഡിസൈനിന് വിരുദ്ധമായിട്ട് നമുക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽസ് കൺസ്യൂം കുറയ്ക്കുക എന്നുള്ള ഒറ്റ തിയറിയിലാണ് നമ്മൾ ആ പ്രോജക്റ്റ് പോയത്. അങ്ങനെ നാച്ചുറലായിട്ട് അത് കുറയുന്നത്, അല്ലാതെ നമ്മുടെ മെടുക്കുന്നോ പ്രോജക്റ്റ് മാനേജ്മെൻറ്റെന്നോ ഒന്നും പറയാനില്ല, നാച്ചുറലായിട്ട്. അപ്പം ആരാണ് എൻ്റെ അകത്ത്, ഞാനൊരു ചാനലൈസർ മാത്രമേ, പുള്ളിയുടെ തീരുമാനം കൊണ്ട് മാത്രമാണത് കുറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഇത് പയ്യെ പാട്ടായി, ഇത് ഈ ചിലവിലാണ് ഈ പ്രോജക്റ്റ് തീർന്നതെന്നുള്ളത്. അപ്പം അടുത്ത ആൾക്കാർ എന്നെ സമീപിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് ആ പ്രോജക്റ്റിൽ ചെയ്ത് കൊടുത്തെങ്കിൽ എനിക്ക് അതിനേക്കാൾ 2 ലക്ഷം രൂപ അല്ല 5 ലക്ഷം രൂപ കൂടുതൽ തരാം, എനിക്ക് ഇത്രയും കൂടെ ഒരു ചേഞ്ച് ഒന്ന് ചെയ്ത് കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് എനിക്കൊന്ന് 18 വർഷത്തിന് മേലെ ആയെന്ന് തോന്നുന്നു ആ പ്രോജക്റ്റ് ചെയ്തിട്ട്. പക്ഷെ അതിൽ പിന്നെ ഇന്ന് വരെ ഒരു പ്രോജക്റ്റിൻ്റെയും എമൗണ്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. കാരണം എപ്പോഴും ഇതിനൊരു അളവുകോല് വരുന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഇത്ര രൂപയുടെ, ഇത് ഇത്രയും രൂപ, എപ്പോഴും ഒരു ജഡ്ജിങ് പോയിൻ്റിന് വരുന്നുണ്ട്. അപ്പോൾ കലയ്ക്ക് ജഡ്ജിങ് പോയിന്റ്, ഇപ്പോൾ ഒരു മുമ്പ് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ക്യാൻവാസിന് മഷിയുടെയും പേനയുടെയും വില നോക്കുമ്പോൾ ഇത്രേ വരുന്നുണ്ടായിരിക്കും. പക്ഷേ വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഷുഡ് ബി മോർ ദാൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ള കല്ലും മണ്ണിനേക്കാളും കൂടുതലാണ് അത് കാണുമ്പോൾ ഉണ്ട് സന്തോഷം, അതിൻ്റെ അത് ജീവിക്കുമ്പോൾ സന്തോഷം. ഇതിനൊരു വില ഇട്ട് കഴിയുമ്പോൾ പലപ്പോഴും സന്തോഷമില്ലായ്മ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പൊതുവെ ക്ലയൻറ്റുകളോടാണെങ്കിലും പറഞ്ഞത്, നമുക്ക് കിട്ടിയ ആ ഒരു പ്രോജക്റ്റ്, ആ ഒരു വില, ആ ഒരു ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ, ഇത് സ്വകാര്യതയായിട്ട് തന്നെ നിലനിന്നോട്ടെ. എന്നാൽ മാത്രമേ നിങ്ങൾക്കും മനസ്സിൽ ഇതിൻ്റെ അകത്തൊരു സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ, മറ്റുള്ളവർക്കാണേലും ഇത് വരത്തുള്ളൂ. ബാക്കിയുള്ളവർ ഇതിനേക്കാളും കുറഞ്ഞെന്നോ കൂടിയെന്നോ ഒന്നും എൻ്റെ അകത്തൊരു ഇത് വേണ്ട.
അപ്പം ഈ പറഞ്ഞല്ലോ വണ്ടി മേടിക്കുമ്പോഴാണെങ്കിലും നമുക്കറിയാം വണ്ടിയുടെ വില ഓപ്പണായിട്ട് എത്രയാണെന്നുള്ളത്. പബ്ലിക്കലി അവൈലബിൾ ആണ്, ഇൻഫർമേഷനാണ്. അപ്പം ഇപ്പോൾ ഒരു കൂടിയ വണ്ടി മേടിക്കുന്നത്, എത്ര കൂടിയ വണ്ടി മേടിച്ചാലും ആ വണ്ടിയുടെ ലൈഫ് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഒരു വീടിന് വേണ്ടി ചിലവാക്കുന്നത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നിൽക്കേണ്ട ഒരു സാധനമാണ്. അതെ. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ ഇത്രയും 18 കൊല്ലം മുന്നേ ഇതുപോലെ ഒരു ലോ ബഡ്ജറ്റ് വീട് ചെയ്തു. അതുപോലെ തന്നെ സാർ അഭിപ്രായപ്പെട്ടു ലോ ബഡ്ജറ്റ് വീടുകൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ആർക്കിടെക്ട്സ് ആയിട്ടുള്ളവരുണ്ട് എന്നും പറയുന്നു. ഇതിലേക്ക് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ആ ഒരു വ്യക്തിനെ കണ്ടുപിടിക്കുക? ഗൂഗിൾ ചെയ്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ലോ ബഡ്ജറ്റ് ഹൗസസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഗൂഗിളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഫീഡ് എന്ന് പറയുന്നത് കോൺട്രാക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുന്നവരുടെയോ ഫീഡായിരിക്കും കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ സാറ് നേരത്തെ IA ഹെഡ് ചെയ്തിരുന്നൊരു വ്യക്തിയാണല്ലോ. ഈ കമ്മ്യൂണിറ്റി, ആർക്കിടെക്ചറൽ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ അതിലേക്ക് എത്തുക? ഇപ്പം പഴയ കാലത്ത് 1-2 ആർക്കിടെക്ട്സ് മാത്രം അവരെ ലോ കോസ്റ്റ് ആർക്കിടെക്റ്റ് എന്ന നിർവചനത്തോടുകൂടി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം പുതിയ ജനറേഷനോ പൊതുവെ അങ്ങനെയുള്ള ബ്രാൻഡിങ് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല. എല്ലാവരും കേപ്പബിൾ ആണ് ടു ഡു ദാറ്റ് തിങ്. ചിലർക്ക് ഇഷ്ടമില്ല, ചിലർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എൻ്റെ അറിവിലും അഭിപ്രായത്തിലും എല്ലാ ആർക്കിടെക്റ്റും അതിനകത്ത് ചെയ്യാൻ കേപ്പബിളാണ്. നിങ്ങൾ ആരെ സമീപിച്ചാലും ഒരു ക്ലയൻ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ജോലി എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ആർ യു വില്ലിങ് ടു ഡു ദാറ്റ് പ്രോജക്റ്റ് എന്ന് ആർക്കിടെക്റ്റിനോട് ചോദിക്കുക. അദ്ദേഹം ചെയ്യാമെന്ന് ഏക്കുവാണെങ്കിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എല്ലാ ആർക്കിടെക്റ്റും ഇനി കേപ്പബിൾ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അതല്ലാത്തൊരു സാഹചര്യം വളരെ കുറവാണ്. ചില ആർക്കിടെക്ട്സിന് അത് താല്പര്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ ചോദിച്ച ഒരു സംഭവം, അതായത് നമുക്ക് പലപ്പോഴും ഒരു വീട് വരുമ്പോൾ ഇതിലെ കോമൺ കമ്പോണൻസിന് പ്രൈസ് അധികം വേരി ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റോ പ്ലംബിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ ജനറലി ഒരു വീടിൻ്റെ സ്റ്റെയർ കേസോ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എത്ര ഏരിയ കുറവാണെങ്കിലും എത്ര ഏരിയ കൂടുതലാണെങ്കിലും നമ്മൾ ഈ സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇതെന്തായാലും കൂടിയേ തീരുള്ളൂ. പക്ഷേ അതിൻ്റെ പെർ സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് ഇതിൻ്റെ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നതനുസരിച്ച്, ഇപ്പോൾ കേബിളിൻ്റെ സ്പെക്ക് കൂടുന്നതനുസരിച്ചോ, ഇപ്പോൾ അതൊരു പ്രഷർ പമ്പ് വയ്ക്കുന്നതനുസരിച്ചോ, യൂസ് ചെയ്യുന്ന സാനിറ്ററി CP വെയർസ് അനുസരിച്ചോ, ഇനി സ്റ്റെയർ കേസിൻ്റെ വലിപ്പോ ഹാൻഡ് റെയിലൊക്കെ വെച്ച് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കോസ്റ്റ് കുറയ്ക്കുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പോണൻസിന് ഒരു ഫിക്സഡ് വേരിയബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം. കാരണം അതിൽ താഴെ നമുക്ക് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. അതായത് സ്പെക്കിൽ ബെയർ മിനിമം വേണ്ടതായിട്ടുള്ള സാധനം ഈ പറഞ്ഞ യൂട്ടിലിറ്റേറിയൻ കാര്യങ്ങൾക്ക് കൂടിയേ തീരും. പിന്നെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ എഫിഷ്യൻസി കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിലാണ്. ഇതിലെങ്ങനെയായിരിക്കും സാർ, ജസ്റ്റ് നമ്മുടെ ഒരു വ്യൂവേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ കൂടെ സാർ എങ്ങനെയായിരിക്കും ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും സാർ ഫോളോ ചെയ്യുന്നത്? ഇപ്പം സാനിറ്ററി ഫിറ്റിങ്സും CP ഫിറ്റിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ CP ഫിറ്റിങ്സിലാണെങ്കിലും എക്കണോമിക്കൽ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരുവിധം കുറേ നല്ല പ്രോഡക്റ്റുകളുണ്ട്. കുറേ പ്രോഡക്റ്റുകളുണ്ട്, വർഷങ്ങളായിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. ഞാൻ ബ്രാൻഡുകളുടെ പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒത്തിരിയും ബ്രാൻഡുകളുണ്ട്. അവർ ജെന്യുവനായിട്ട് 10-35 വർഷമായിട്ട് സെല്ല് ചെയ്യുന്ന നല്ല ബ്രാൻഡുകൾ കുറേയുണ്ട്. എന്നാൽ പ്രീമിയമായിട്ട് സെല്ല് ചെയ്യുന്ന ഇതുമുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മുടെ ആഗ്രഹം എവിടെയാണ് നിൽക്കുന്നത്. കാരണം ഇന്ന് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചെലവ് ചുരുക്കി പണിയുക എന്നുള്ളതല്ല പ്രതിസന്ധി. അതൊരു പ്രതിസന്ധി അല്ല എന്നെ സംബന്ധിച്ചിട്ട്. മനസ്സിലായി. പ്രതിസന്ധി എവിടെ കിടക്കുന്നത് വെച്ചാൽ ഇൻ യുവർ മൈൻഡ്, എക്സ്പെക്ടേഷൻസ്. അതായത് ഇത്രയും സോഷ്യൽ മീഡിയ, ഇപ്പം ഞങ്ങളൊക്കെ പറയുന്നത് ഇത്രയും ഇമേജസ് വന്ന് ബോംബാർഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ശരാശരി മനുഷ്യനെ. അപ്പം ഈ ആഗ്രഹങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഒന്ന് മയപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നേരിടുന്ന ഈ ആഗ്രഹങ്ങളെ ഒന്ന് നമ്മളത് കുറയ്ക്കാൻ പറയുന്നില്ല. പക്ഷെ അത് അത് പെട്ടെന്ന് അച്ചീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്താ പറയുന്നത്, ഒരു ഷവർ ക്യൂബിക്കിൾ അല്ലെങ്കിൽ ഒരു പ്രഷർ പമ്പ്, പ്രഷർ പമ്പ് നീഡഡ് ഇൻ എ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല, ഒട്ടുമല്ല. അപ്പം ഗ്രാവിറ്റിയിൽ തന്നെ ഇത് നിൽക്കും. പക്ഷേ ഗ്രാവിറ്റിയിൽ വരുമ്പോഴത്തേനും ഷവറിൽ വളരെ നേരത്തെ തോതിലായിരിക്കും വെള്ളം വീഴുന്നത്. അതൊരു എക്സ്പീരിയൻസ്. പക്ഷേ വാട്ട് ഇഫ് യു ഡിസയർ ടു ഹാവ് എ ലോങ് ബേത്തിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, നല്ല ജെറ്റൊക്കെ അടിച്ച് നല്ല ഒരു ജക്കൂസി എഫക്റ്റ്, രാവിലെ മുതൽ ജോലിയെടുത്ത് തിരിച്ചു വന്ന് നമുക്ക് അങ്ങനെ ഒരു ഷവറിങ് എക്സ്പീരിയൻസ് വേണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിയാൽ എന്തോ ചെയ്യണം? വാട്ട് ഷുഡ് ബി യുവർ ചോയ്സ്?
ആസ് എൻ ആർക്കിടെക്ട് വാട്ട് ഷുഡ് ഐ ടെൽ യു? നിങ്ങൾ ആഗ്രഹിക്കേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ആഗ്രഹിക്കാൻ പറയാൻ പറ്റുമോ? അപ്പം എൻ്റെ മുമ്പിലുള്ള ഡിലമ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവർക്ക് സാറിന് അവരോട് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. നമ്മൾ വളരെ, ഞാൻ പറയില്ല, വളരെ ഒരു അവിടെയാണ് നമുക്ക് പലപ്പോഴും കേൾക്കുന്ന ആഗ്രഹങ്ങൾ നമുക്ക് തുറന്നടിച്ച് പറയാൻ നമുക്കൊരു നമ്മളൊരു കൊച്ചുകുട്ടിയോട് ഇന്ന് കുറേ എല്ലാ ദിവസവും ചോക്ലേറ്റും തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ വികാരത്തിൽ മനുഷ്യനല്ലേ, നമുക്കൊരു ആഗ്രഹം മനസ്സിൽ. ഇപ്പോൾ എനിക്കാണെങ്കിലും ആഗ്രഹമുണ്ട്, പവനാണെങ്കിലും ആഗ്രഹമുണ്ട്, നമുക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമുക്ക് അത് ഒറ്റയടിക്ക് എടുത്ത് പഠിച്ച് പറയാൻ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ നമ്മൾ വളരെ മയത്തിൽ നമുക്കതിങ്ങനെ കുറച്ച് നോക്കാം, അതിങ്ങനെ വരുമ്പോഴത്തേന് ഇങ്ങനെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോഴത്തേന് ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ. പക്ഷെ അവിടെ വീണ്ടും ഈ സോഷ്യൽ മീഡിയ ഒരു ത്രെറ്റ് ഉണ്ടല്ലോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആ വീഡിയോ ചെയ്തപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെ ഇങ്ങനെ കിട്ടിയെന്നാണല്ലോ ഞങ്ങൾ കണ്ടത്. അല്ല, അതിനകത്ത് ത്രെട്ടും ഉണ്ട്, ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 25 വർഷം മുന്നേ വരയ്ക്കുന്നതിനേക്കാളും എളുപ്പമായിട്ടാണ് എനിക്കിന്ന് എന്ന് പറയാൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലി എനിക്ക് ഭയങ്കര കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം പണ്ട് എക്സ്പോഷർ ഇല്ലായിരുന്നു. പണ്ട് നമ്മൾ പർഗോള പണ്ട് ഒരു വാക്ക് പറയുമ്പോൾ അതെന്തോ അത് ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് ബീംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡെഫിനിഷൻസും ഇപ്പം ഇങ്ങനെയുള്ള എല്ലാ പദപ്രയോഗങ്ങളും എല്ലാവർക്കും അവെയറാണ്. എല്ലാ ക്ലയൻറ്റും വരുമ്പം തന്നെ നമുക്ക് ഇന്നത് വേണം. സോ ഇന്ന് വരുന്ന എല്ലാ ക്ലയൻറ്റുകൾക്കും ദേ നോ വാട്ട് ദേ വാണ്ട്. അപ്പം ഈ വാണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കുമ്പം ഏകദേശം എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റ്, ദിസ് ഓൾ ഹാപ്പൻസ് ഇൻ ദാറ്റ് ഇനിഷ്യൽ ഡിസ്കഷൻസ് ഇതിലെല്ലാം വരും. അപ്പോൾ അവിടെയാണ് ശരിക്കും പറയുക ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കൽ ഇതൊരു തുറന്ന സംസാരത്തിലോ ഒരു തുറന്ന ചർച്ചയിലോ ഇതെല്ലാം പറയുമ്പോഴത്തേന് ഇത് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഒരു ആർക്കിടെക്റ്റിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾ ഉണ്ട്. ഇവർ ഇപ്പം സാധാരണ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്തോട്ട് ആൾക്കാർ എത്തുന്നത് പ്യുവർ ഒരു റെഫറലിൻ്റെ ബേസിസിലാണല്ലോ. അതായത് ഒരു വീട് കണ്ടു, ഇത് ആരാ ചെയ്തതെന്ന് ചോദിക്കുന്നു, ആ ആർക്കിടെക്റ്റ് ആണെന്ന് പറയുന്നു, ആ ആർക്കിടെക്റ്റിൻ്റെ കെയർ ഓഫിൽ പോകുന്നു. ഇന്നിപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം അത് കംപ്ലീറ്റ്ലി ടേൺഡ് ഔട്ടാണ് പോയില്ല. എനിക്കൊന്ന് കോവിഡിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വർദ്ധിച്ച്. അതെ, അപ്പോൾ കോവിഡിന് ശേഷം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആണ് ഒരു ബെറ്റർ റെഫറലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ബെറ്റർ റെഫറൽ എന്നല്ല, ഒരു റെഫറലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു സോഴ്സായിട്ട് എന്ന് പറയാൻ. കോവിഡിന് മുമ്പേ ഒക്കെ ഇപ്പം എൻ്റെയൊക്കെ ഇതിൽ പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് നമുക്ക് ഈ ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ക്ലയൻറ്റ് അടുത്ത ആളെ റെഫർ ചെയ്യും, അവരടുത്തവരെ റെഫർ ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് റെഫറൻസിലാണ് നമുക്ക് വരുന്നത്. അപ്പം ഞങ്ങളും എടുക്കാൻ താല്പര്യപ്പെടുന്നത് എപ്പോഴും അങ്ങനെ ബൈ വേർഡ് ഓഫ് മൗത്ത്. ഇപ്പം പവൻ എൻ്റെ സേവനം എടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ കൊള്ളാം എന്ന് പവൻ പറയുമ്പോൾ പവൻ്റെ ഒരു ഹാപ്പിനെസ് നിന്നുകൊണ്ട് പറയുമ്പോൾ ആണ് ശരിക്കും പറയാൻ എനിക്കൊരു ബെറ്റർ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് എനിക്ക് എളുപ്പം വരുന്നത്. മനസ്സിലായി. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേനും ഞാനൊരു എന്താ പറയുന്നത്, ഇംപ്രസ് മീ എന്നുള്ളൊരു രീതിയിൽ ആയിരിക്കും എതിർ ക്ലയൻറ്റ് നിൽക്കുന്നത്. ഓക്കെ പ്രൂവ് യുവർ, അതെ യു നീഡ് ടു ഇംപ്രസ് മീ മോർ എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് പയ്യെ അത് വരും. നേരത്തെ പറഞ്ഞ എക്സ്പെക്ടേഷൻ ഇച്ചിരി ഹയർ ആയിട്ട്. അപ്പം അത് വരുമ്പോഴത്തേന് ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ദാറ്റ് വേ. At least not for everyone. There may be people who are doing that, പക്ഷേ it does not happen that way. ഇതിൽ ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു ചാലഞ്ച് ഉണ്ടല്ലോ സാർ. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഓൺസ്ലോട്ട് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഇതിൽ ആർക്കിടെക്ട്സിൻ്റെ വർക്ക് എന്ന് പറയുന്നത് കുറേ കൂടെ ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡായി. എൻ്റെ ഒരു ഒബ്സർവേഷനാണ്, ഐ കുഡ് ബി റോങ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ യൂട്ടിലിറ്റി എന്നുള്ളതിന് പണ്ടത്തെ ആർക്കിടെക്ട്സ് കൊടുത്തിരുന്ന അത്രയും വാല്യൂ ഇന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ ഒരു ഒബ്സർവേഷനാട്ടോ. തെറ്റാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നാളെ ആർക്കിടെക്ട്സിൻ്റെ ഇടിയോ ഇടിച്ചു കൂട്ടാൻ എനിക്ക് വയ്യ. അല്ല, അങ്ങനെയല്ല. എൻ്റെ അതൊരു വൺ പാർട്ട് ഈസ് റൈറ്റ്, വൺ പാർട്ട് ഈസ് ക്യാൻ ബി ചേഞ്ച്ഡ്. അപ്പം ആ കറക്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡ് ആകുന്നുണ്ടത്. കാരണം വെച്ചാൽ ഇപ്പം എല്ലാ പ്രോജക്റ്റും അതിൻ്റെ കാഴ്ചക്കാർ പണ്ട് ഉടമസ്ഥരും അയൽവക്കത്തെ ആൾക്കാരും അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ അടുത്തോട്ട് വരുന്നവർ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ഏത് ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു അധികം എക്സ്പോസ്ഡ് അല്ലാത്തൊരു സൈറ്റോ അല്ലെങ്കിൽ അധികം എക്സ്പോസ്ഡ് ഒരു കാട്ടിലാണെന്ന് വെച്ചാൽ പോലും ഇറ്റ് ഈസ് എക്സ്പോസ് ത്രൂ ഫോട്ടോഗ്രാഫ്സ്. അതെ. അപ്പോൾ അതിനൊരു മീഡിയ കവറേജ് വരുന്നുണ്ട്. അതെ, എല്ലാ പ്രോജക്റ്റിനും അങ്ങനെ ഒരു കവറേജ് വരുന്നത്, വിച്ച് ഈസ് ആക്ച്വലി ഗുഡ്. ഇപ്പം ഞാനതിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഓരോ സൃഷ്ടിയും സെലിബ്രേറ്റഡ് ആകപ്പെടും. ഇതിലൊരു നെഗറ്റീവ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് എന്താണെന്നറിയോ, ഫോട്ടോഗ്രാഫിയും
റിയാലിറ്റിയും തമ്മിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം. അതായത് ഒരു നല്ല ഫോട്ടോഗ്രാഫർ, ഏറ്റവും നല്ലൊരു ഫോട്ടോഗ്രാഫർ കൃത്യം ലൈറ്റിംഗ് കാലിബ്രേറ്റ് ചെയ്ത്, അതായത് ഇന്ന സമയത്ത് ഇന്ന ഇതിൽ വെച്ച് എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ്, അത് ഈവൻ അത് കൊണ്ടുവന്ന് അത് എഡിറ്റ് ചെയ്തിട്ട്, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഈ സാധനം എഡിറ്റ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത്. ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റ്, ഞാനൊരു 27-28 വയസ്സുള്ള ഒരു ആർക്കിടെക്റ്റാണ്. എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റ് അത്രയും ഇമ്പ്രസ്ഡ് അല്ല എന്നുള്ളൊരു സത്യം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ ഒരു ആംഗിളിൽ നിന്ന് എടുത്താൽ ഈ ഫോട്ടോ അടിപൊളിയായിരിക്കും എന്ന് എന്നെ ഗൈഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത കോഴ്സ് എന്താണ്? ഇതൊരു വളരെ നല്ലൊരു ഫോട്ടോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാപ്ചർ ചെയ്യുക, അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. ആ സോഷ്യൽ മീഡിയയിൽ വരുന്ന കവറേജ് കാരണം എനിക്ക് കുറേ റെഫറൻസ് കിട്ടുക, അതിൽ നിന്ന് ഞാൻ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അവിടെയാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഈ ക്ലയൻസ് പലപ്പോഴും, നേരത്തെ സാറ് പറഞ്ഞിരുന്നു, സാറിൻ്റെ ഒരു ഓർഗാനിക് ഗ്രോത്തിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഈ ക്ലയൻസ് ഫീഡ്ബാക്ക് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ കിട്ടുന്ന ഓൾറെഡി ഒരു പെഡസ്റ്റലിൽ പ്ലേസ് ചെയ്തിട്ടാണ് സാറിലേക്ക് ആ വർക്ക് വരുന്നത്. കാരണം ഓൾറെഡി ഒരു ക്ലയൻറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കുറേ കുറ്റങ്ങളും പറയുന്നുണ്ടാകാം, പക്ഷേ ഗുണങ്ങളും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഇന്ന് അതിന് പകരം ഫോട്ടോഗ്രാഫ് ഡസ് ദി ഹോൾ സ്റ്റോറി ടെല്ലിങ്. അതായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം പണ്ട് ഞാൻ പറയും എനിക്ക് ഓർഗാനിക് ഗ്രോത്തില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് അല്ലാതെയും പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ കൂടെ തന്നെ എനിക്ക് പ്രോജക്റ്റുകൾ ഇപ്പം ഏറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് പവൻ തുമ്പ പറഞ്ഞ ഒരു എലമെൻ്റ് ഓഫ് ഫേക്ക്നെസ് ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പം ഞാനെന്ന വ്യക്തി ചിലപ്പോൾ സുന്ദരനായിരിക്കത്തില്ല, പക്ഷേ എൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കാൻ നല്ലൊരാൾ വന്നു കഴിഞ്ഞാൽ എന്നെ നല്ലോണമൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നല്ല ലൈറ്റിംഗ് ആംഗിളിലൊക്കെ എടുത്ത് ചിലപ്പോൾ എന്നെ അങ്ങ് സുന്ദരനാക്കും എന്ന് പറഞ്ഞല്ലേ. അപ്പം അതാണ് എലമെൻ്റ് ഓഫ് ഫേക്ക്നെസ്. സോ ഐ നീഡ് നോട്ട് ബി വാട്ട് ഐ ആം എന്നുള്ളൊരു ചിന്ത വരുന്നത്. ഇത് തന്നെ സ്പേസസിനും ഉണ്ട്. അപ്പം എല്ലാ സ്പേസസും നമ്മൾ കാണുന്ന ആ ഒരു ഫോട്ടോജനിക് ആണെന്ന് പറഞ്ഞാലും അത് മേ നോട്ട് ബി ഗുഡ് ടു സെറ്റ് ഇൻ, മേ നോട്ട് ബി ഗുഡ് ടു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്ലയൻറ്റുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് കണ്ടൻമെൻറ്റ് എന്നുള്ളത് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഫൊർഗെറ്റ്, നിങ്ങൾ വന്നത് സോഷ്യൽ മീഡിയ കൂടെ, നിങ്ങൾ വന്നത് ഇമേജസിലൂടെ, നിങ്ങൾ വന്നത് ഈ ഘടകങ്ങളിലൂടെയാണ് നിങ്ങൾ വന്നതെങ്കിലും നിങ്ങളുടെ വേർ ഇസ് യുവർ ഹാർട്ട് ലൈസ്, നിങ്ങളുടെ ഹൃദയം അല്ലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷം എവിടെയാണ് കിടക്കുന്നത്. അപ്പം ആ കണ്ടൻമെൻറ്റ് എടുക്കുന്നതാണ് ഓരോ പ്രോജക്റ്റിനും നമ്മൾ റിയലൈസിങ് വാട്ട് ദേ നീഡ്. ഇഫ് ദർ നീഡ് ഇസ് സോഷ്യൽ മീഡിയ അഗെയിൻ, ദെൻ നമ്മളൊരു ഫോട്ടോഷൂട്ടിന് നമ്മൾ എങ്ങനെ സെറ്റ് ഒരുക്കുമോ അതായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്, വിച്ച് ഇസ് നോട്ട് ലിവബിൾ. ഇപ്പം ഈ ഒരു റൂം ഒരു സെറ്റാണ്, ഇസ് ഇറ്റ് ലിവബിൾ ഫുൾ ടൈം? നോ. എന്ന് പറയുന്ന പോലെ ഇത് ഈ പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഒരു വീടെന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ വീട്? ഇറ്റ് ഈസ് ടു ഹാവ് യുവർ മോമെൻറ്റ്സ് ഇൻ ലൈഫ്. സോ ഡസ് ഇറ്റ് കേറ്റർ ടു ദ മോമെൻറ്റ് ഇൻ ലൈഫ് എന്നുള്ളതാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നൊരു സാധനം. അപ്പം അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിൻ്റെ തീരുമാനം എടുക്കുന്ന ക്ലയൻറ്റ് തന്നെയാണ്. അവിടെ തന്നെ അവർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പറയുന്ന സ്റ്റോൺ ബൈ സ്റ്റോൺ ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. അതായത് ഓരോ ചിന്തയുടെ മേൽ ചിന്തയും ശക്തമായ ഒരു അടിത്തറയോട് കൂടിയാണ് ഒരു ഭവനം വരുന്നത്. ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വിൻഡ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറയാം. എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ ക്രിറ്റിസിസം നേരിടുന്നുണ്ട്. അതായത് വിമർശനങ്ങൾ ഇഷ്ടംപോലെ അയൽവക്കത്തെ ആൾക്കാർ പറയാം, ബന്ധുമിത്രാദികൾ പറയാം, ഇതെന്തോ പണിയുന്നേ, ഇതെന്തോ ചെയ്യുന്നേ. ഇത് പറയുമ്പോഴും ആർക്കിടെക്റ്റ് അല്ല ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്, ക്ലയൻ്റാണ് ഇതിനെല്ലാം ആൻസറബിൾ. അതായത് ഫസ്റ്റ് ഷോട്ട് ഇവരുടെ പുറത്തോട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവരെ എക്യുപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേനും നമ്മളിതാ ഇന്ന റീസൺ കൊണ്ടാണ് നമ്മളിങ്ങനെ തീരുമാനം എടുത്തത്, ഇന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇവരാണ് ശക്തരായിക്കൊണ്ടിരിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ വരുമ്പം ചില തീരുമാനങ്ങൾ നമുക്കിങ്ങനെ ഇല്ല സാറേ, ദാറ്റ് വാസ് നീഡഡ്, അതായിരുന്നു നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്ന സാഹചര്യം പോലും ഞാൻ നേരിട്ടിട്ടുണ്ട്. എന്നറിയാം, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്വയം വിമർശനം വീണ്ടും വീണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്വയം വിമർശനം വന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ അതിങ്ങനെ ചെയ്യാൻ വരുന്നത്. അപ്പം ക്ലയൻറ്റുകൾ പല ഘട്ടങ്ങളിലും പറയും, അല്ല അത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ദിസ് ഈസ് വാട്ട് വി നീഡഡ്, വി ആർ ഹാപ്പി വിത്ത് ഇറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹാപ്പിനെസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നോട്ട് എ ഫോട്ടോഗ്രാഫ്. You may have to come to me through a photograph, but I would seriously advise you not to fall into that photograph again. മനസ്സിലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം പവൻ്റെ ഞാൻ ആ ഫീസും മേടിച്ച് പവന് ഞാനൊരു വീട് വെച്ച് തരുവാണെങ്കിൽ
പവൻ വീണ്ടും ഒരു ഫോട്ടോഗ്രാഫ്, ശരി ഫോട്ടോഗ്രാഫ് എന്നുള്ളത് അതിൻ്റെ പ്രയോജനം കിട്ടുന്ന ഒരാൾ ഞാൻ മാത്രമാണെന്ന് കരുതിയാൽ മതി. മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ വീടുകൾ രണ്ടാമത് ഷൂട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് ഞാൻ മാത്രമാണ്. വീട് ഈസ് യുവർ ഡ്രീം. സോ ഡിസൈൻ യുവർ ഡ്രീം എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു സാധനം. മനസ്സിലായി. അവിടെ എനിക്ക് നല്ല ഫോട്ടോഗ്രാഫ് കിട്ടി. കാരണം കുറേയൊക്കെ സ്റ്റേജ്ഡാണോ കുറേയൊക്കെ ഇതാണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ പറയുന്ന ഓരോ ഓബ്ജക്റ്റും ഇപ്പം ഇവിടെ ഒരു വാസിരിക്കുന്നുണ്ടെങ്കിൽ നിസ്സാര ഒരു ഡെക്കോർ ഐറ്റമിന് 4000-5000 രൂപയുണ്ട്. അതെ. അപ്പം ഒരു ഫോട്ടോഷൂട്ട് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ത്രോ റഗ് വേണം. ഒരു ത്രോ റഗിനും 12,000, 6,000, 7,000 രൂപ വരെ തുടങ്ങുന്നുണ്ട്. അപ്പം നല്ലൊരു ത്രോ റഗ് ഇരിക്കുക. ഇനി ഒരു സാധാരണ തുണി ഇട്ടാൽ മതിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടാം. അപ്പം ഇങ്ങനെയുള്ള പല ഡെക്കോറിങ് വരുമ്പോഴത്തേനാണ് ശരിക്കും ഒരു നല്ല ഫോട്ടോഗ്രാഫ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ സ്റ്റേജ്ഡ്. അപ്പം നമുക്ക് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം ഇറ്റ് ഈസ് ഒരു പരിധി വരെ ഇറ്റ് ഈസ് സ്റ്റേജ്ഡ് എന്നുള്ളത് രീതിയിൽ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അതിനുശേഷം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊരു ഫോട്ടോഗ്രാഫ് മാത്രമായിരുന്നു. ആ ഫോട്ടോഗ്രാഫ് എന്നുള്ളത് ആർക്കിടെക്റ്റിന് മാത്രം നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജാണെന്ന് മാത്രം കൂട്ടിയാൽ മതി. മനസ്സിലായി. എന്ന് പറയാം ഇപ്പം ഞാൻ പറയും ആ ഫോട്ടോഗ്രാഫ് എന്നുള്ളത് അതിൻ്റെ നല്ലൊരു എലിവേഷൻ, നല്ലൊരു ആംബിയൻസ്, ഇത് എന്നും ഇങ്ങനെ തന്നെ സൂക്ഷിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഞങ്ങളൊക്കെ എന്നും അഡ്വൈസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈ വീട് ഇതുപോലെ തന്നെ സ്പിക്ക് ആൻഡ് സ്പാൻ ആയിട്ടിരിക്കണം. അപ്പം നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ അങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? നമ്മളെപ്പോഴും പറയുന്നത് ഇതിൻ്റെ അലമ്പാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെ നമ്മൾ വരച്ചു കൊടുക്കും. മനസ്സിലായി. പറഞ്ഞാൽ എപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ വന്നു അടുക്കുന്നു, പത്രം വായിച്ചു, എടുത്തിങ്ങനെ വെച്ചു, കോഫി കുടിച്ചു, ഇങ്ങനെ വയ്ക്കും. കോഫി ഇവിടെ വയ്ക്കാൻ തോന്നണം. അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അത് ഫ്രീഡമാണ്, മറ്റേതൊരു സ്റ്റേജാണ്. സോ ഡോണ്ട് ലിവ് ഇൻ എ സ്റ്റേജ് എന്നുള്ളതാണ് എൻ്റെ സിൻസിയർ അഡ്വൈസ്. പിന്നെ ഓരോരുത്തരുടെ ചോയ്സ് പോലെ ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഈ ആൾക്കാരെ നോക്കി അവർക്ക് കേറ്റർ ചെയ്യുക എന്നുള്ളതാണ് എളുപ്പവും നല്ലതും. ലിവ് ഒത്തൻറ്റിക്കലി, not in the stage. Hear what your soul says, hear what your mind says, hear what your heart says. ഇത് മൂന്നും നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങളുടെ സന്തോഷം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിന് മാത്രം സ്പെൻഡ് ചെയ്യുക. അതിനപ്പുറം ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ആവശ്യമില്ല. പറയാം അതിനപ്പുറം ഒരു സ്ക്വയർ ഫുട്ടേജിൻ്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എത്ര പേർജ് ചെയ്യാൻ പറ്റുമോ അത്രയും പേർജ് ചെയ്യുക. അൺനെസസറി ആയിട്ടുള്ളത് കളയാൻ പറ്റുമെങ്കിൽ കളയുക. ഈ ഒരു പ്രോസസ്സിലാണ് ശരിക്കും പറയാൻ നമ്മളെ സമീപിക്കുന്ന ആൾക്കാരെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പാക്റ്റ് പല രീതിയിലുണ്ട്. ഇമ്പാക്റ്റ് നിങ്ങൾക്കുണ്ട്. കൺസംഷൻ കുറയുമ്പോഴത്തേനും ഭൂമിയുടെ റിസോഴ്സസ് അത്രയും കുറഞ്ഞുകൊണ്ടിരിക്കുക. അത്രയും ഉപയോഗിക്കാണ്ടും അല്ല അടുത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള നമ്മൾ നോക്കിയാണ് നമ്മുടെ ഒരു ചോയ്സ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് പോയിൻ്റാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ഗ്രോത്തും ഈവൻ സസ്റ്റൈനബിലിറ്റി കുറേ കൂടെ മുന്നോട്ട് വരുന്നതും ഒക്കെ. പക്ഷെ ഞാൻ ജനറലി ഇപ്പോൾ ആലോചിക്കുന്ന ഒരു സംഭവം എന്താണ്, നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സാധനം ഒരു തട്ടിൽ നമ്മൾ നിർത്തുകയും നമ്മളെക്കാളുമൊക്കെ മച്ച് ലേറ്റർ, നമ്മളിപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് ഇൻഡസ്ട്രീസിൽ ഒരെണ്ണമാണ്. ഒരു അഗ്രികൾച്ചർ കഴിഞ്ഞാലുള്ളൊരു ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നമ്മളിപ്പോൾ ഒരു ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എന്നൊക്കെ പറയുന്ന വളരെ റീസെൻറ്റ് ഇൻഡസ്ട്രീസാണ്. 100-150 കൊല്ലമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി ഇന്ന് നമ്മൾ ആൾക്കാർ മാർസിലെത്താൻ പോകുന്നു, മൂണിലെത്തിയിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ലോഞ്ച് വരുന്നു, സാറ്റലൈറ്റ്സായി. നമുക്കിന്ന് എല്ലാ രീതിയിലും ഇത്രയും വെറും 100-150 കൊല്ലം കൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൈവരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു പ്ലെയിൻ ഒരു ആക്സിഡൻ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ ഇൻസിഡൻസിൽ ഒരെണ്ണമാണ് അങ്ങനെ ഒരു ക്രാഷ് വരുന്നതൊക്കെ. പക്ഷെ അതേസമയം ഇത്രയും കൊല്ലം പഴക്കമുള്ള 10,000 കൊല്ലം പഴക്കമുള്ള നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇന്നും നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ? റൂഫിൽ കൂടെ വെള്ളം ഇറങ്ങി, താഴേന്ന് വെള്ളം മേളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ സയൻസ് വെച്ച് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന നമ്മുടെ ഈ എലമെൻ്ററി ലെവൽ പ്രോബ്ലംസിൽ നിന്ന് ഇതുവരെ നമ്മൾ കരകയറിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു വസ്തുത. ഒരു സൈഡിൽ കൂടെ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്, ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്, വാട്ടർ പ്രൂഫ്നെസ് ഒക്കെ പറയുമ്പോഴും മെജോറിറ്റി വീടുകൾ വയ്ക്കുന്ന കേസിൽ പോലും ഇന്നും ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നില്ല എന്നൊരു വാസ്തവം അവിടെ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സാധനം വരുന്നത്? ഇപ്പം പവൻ പറഞ്ഞതിൻ്റെ അകത്ത് ശരിക്കും പറയാൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് എല്ലാ പ്രോബ്ലംസാണ് പവൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കൂടുതലും പറഞ്ഞിട്ടുള്ളത്. അതായത് അത് ടെക്നോളജിയായിട്ട് ബന്ധമില്ല. കാരണം സ്റ്റാൻഡ് അലോണായിട്ട് മെയിൻ്റനൻസ് ഫ്രീ ഒന്നും തന്നെയില്ല. ഒരു വണ്ടി മേടിച്ചാലും പണ്ടൊക്കെ അംബാസഡർ മേടിച്ച്
കുറച്ച് കഴിയുമ്പോൾ എല്ലാ കോയമ്പത്തൂർ ദിവസവും കൊണ്ടുവന്ന് രാവിലെ ഓയിൽ നോക്കി അല്ല എല്ലാം ടൈറ്റൻ ചെയ്യുന്ന ഒരു ജോലി ഇതുണ്ടായിരുന്നു. പഴയ ഇതിൽ അംബാസഡറിനാണെങ്കിൽ കോയമ്പത്തൂർ കൊണ്ട് എല്ലാം ഒന്ന് ടൈറ്റാക്കുക, ഡോറൊക്കെ ആണെങ്കിൽ ഒന്ന് ആഞ്ഞ് അടയ്ക്കുക എന്നൊക്കെ ഉള്ളൊരു രീതി ഉണ്ടായിരുന്നു. എന്ന് പറയുന്ന പോലെ എല്ലാ സാധനത്തിനും അതിൻ്റെ അകത്തൊരു എന്താ പറയുക ഒരു സർവീസിങ് ഇതുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ മേടിച്ചാലും ഇതടിച്ചാലും എല്ലാത്തിനും ലൈഫ് ഇത്രയ്ക്കത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ സച്ച് എ ലൈഫ്. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ 100 years ഉള്ളി. 100 years അത് നിന്നോളും. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അത് വേണമെങ്കിൽ അതിൽ കൂടുതൽ നിൽക്കാൻ എക്യുപ്ഡ് ആണ് ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സാധനം. അപ്പം ഇവിടെ ഇപ്പം മുമ്പ് പറഞ്ഞ ലീക്ക് കാര്യങ്ങൾ, അപ്പം ഇതിപ്പം വരുമ്പം ഇപ്പോഴത്തെ പേമാരി പോലത്തെ മഴ, അപ്പം ഇതിന് നമ്മുടെ ലോക്കൽ കൺസ്ട്രക്ഷൻ മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ അഡിക്വേറ്റ് അല്ലായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മളിതിനെ എക്യുപ്ഡ് ആയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യണം. കാരണം ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മേഘവിസ്ഫോടനം എന്ന് പറയുന്ന പോലെയാണ്. അപ്പം എന്താ പറയുന്ന സയൻറ്റിസ്റ്റുകൾ പറയുന്നത് 4 kilometer ഉയരമുള്ള പണ്ടത്തെ മേഘം ഇന്നിപ്പം 14 kilometer ഉയരമുള്ള മേഘമായിട്ട് മാറി. അപ്പോൾ ഈ 14 kilometer ഉയരമുള്ള വെള്ളമാണ് ഒരു നിസ്സാര സമയം കൊണ്ട് ഒരു സ്പ്ലാഷായിട്ട് വരുന്നത്. ഇത് താങ്ങാൻ ഒരു ശരാശരി വീടിന് അത്ര എളുപ്പമല്ല. അപ്പം കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു ഹാർഡ് ആൻഡ് സ്പോഞ്ചാന്ന് പറയുന്ന പോലെ ഈ സ്പോഞ്ചിലൂടെയൊക്കെ ഇത് വരാൻ സാധിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ ഗ്രേവ് തിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രേവ് എറർ അല്ല. പക്ഷേ അത് കവറപ്പ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കതെല്ലാം ഇറ്റ് ഈസ് ഓൾ ട്രീറ്റബിൾ സൊല്യൂഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ടെക്നോളജി പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ ട്രീറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴികളെല്ലാം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മൈന്യൂട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു റോക്കറ്റിൻ്റെ ഇതിൽ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വളരെ സ്നെയിൽ സ്പേസിലാണ് ഇതിൻ്റെ അകത്ത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ അഡ്വാൻസ്മെൻറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അല്ലേ, എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ പോകുന്നയാൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഒരു കൺസൾട്ടൻറ്റിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺസൾട്ടൻറ്റിനെ അവോയ്ഡ് ചെയ്യുക. ഏറ്റവും വില കുറഞ്ഞ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് അത് ചെയ്യിക്കുക. ബഡ്ജറ്റ് പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷേ ബഡ്ജറ്റ് പരിമിതികളെക്കാളും ഉപരി അത് വേണ്ട, നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് പല മനുഷ്യർക്കുണ്ട്. ഞാനങ്ങനെ ഇടയ്ക്കൊക്കെ ആൾക്കാരോട് സംസാരിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നമുക്കിത് ചെയ്യാൻ പറ്റും. സാറെന്താ ചെയ്യുന്നത്? ഞാൻ തുണിക്കട നടത്തുക, പക്ഷേ എനിക്കിത് ചെയ്യാൻ അറിയാം, ഞാൻ ആളുടെ വീട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലിനെയോ ഒരു കൺസൾട്ടൻറ്റിനെയോ ഹയർ ചെയ്യുന്നത് കാശ് കൊടുക്കാൻ ഇല്ലാത്ത സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാമെന്നുള്ളൊരു ചിന്ത വെച്ചിട്ടാണ് പലരും ഇത് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞ് അവിടെ വരുന്ന പ്രശ്നങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പഴി കേൾക്കുന്നത് ആ പണിത പണിക്കാരനാണ്. ഇത് തോട്ട് പ്രോസസ്സ് വന്നത് ഈ തുണിക്കടക്കാരൻ്റെയും, പക്ഷെ പഴി കേൾക്കുന്നത് ഈ ഒരു കട്ടയുടെ മുകളിൽ വേറൊരു കട്ട വെച്ച ഒരു പാവം പണിക്കാരനുമാണ്. അപ്പം അവിടെയാണ് ഇതിൻ്റെ ഒരു മിസ്മാച്ച് എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും വരാറുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളുടെ കൂടെ നിങ്ങളെ മനസ്സിലാക്കാൻ മാത്രമുള്ള വാക്ചാതുര്യമുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്തു അവസാനം ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോൾ ഈ പണിക്കാരനെ വെക്കുന്നതിൽ എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് ഉണ്ടായി. ഒരു 9,000 square feet ഒരു വീട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ 3 AC ഇടുമ്പോഴേക്കും ട്രിപ്പായി പോകും. ഓക്കെ, ഇത് ട്രിപ്പായി പോയി കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ, എന്താണ്, എത്ര ഇലക്ട്രീഷ്യൻസ് ഒന്നും വന്നിട്ടൊന്നും പറയണില്ല എന്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ഫോണിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ആരാണ് നിങ്ങളെ 9,000 square feet വീടല്ലേ, എന്ത് തന്നെയാണെങ്കിലും എത്രയോ കോടികൾ അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ആരാണ് നിങ്ങളുടെ ഇലക്ട്രിക്കൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഇലക്ട്രിക്കൽ ഡിസൈൻ ചെയ്തത് ഇത് ഇവിടുത്തെ ഒരു പയ്യനുണ്ട്, ഒരു 24 വയസ്സുകാരനാണ്, വളരെ മിടുക്കനായിട്ടൊരു പയ്യനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, അദ്ദേഹം പണിക്കാരനല്ലേ, ഈ പറഞ്ഞ 24 വയസ്സുകാരനൊരു ഇലക്ട്രീഷ്യൻ അല്ലേ. ഞാൻ ചോദിച്ചത് അതല്ല, ആരാണ് ഇതിന്, എന്താണ് ഇതിൻ്റെ ടോട്ടൽ എന്നുള്ളൊരു ഓവറോൾ ആർക്കിടെക്റ്റ് അല്ലേ ഇത് ചെയ്ത്. അപ്പോൾ പറഞ്ഞു ഇല്ല, ഈ പ്രോജക്റ്റിന് ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നില്ല, അത് ആദ്യം വരച്ച ഒരാളുണ്ടായിരുന്നു, പിന്നെ വേറൊരാളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ ഇലക്ട്രിക്കൽ ഇന്നതാണ് വയറ്, അല്ലെങ്കിൽ ഇന്നതാണ് സ്വിച്ച് ഗിയർ, ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞത് ആരാണ്? ഇല്ല, അത് ആ പയ്യൻ തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചു അതാ പയ്യനെ വിളിച്ചപ്പോൾ എന്താ പയ്യൻ പറയുന്നത്? ഇല്ല, അത് പയ്യൻ പ്രത്യേകിച്ച് അതിലൊന്നും പറയണില്ല, അവനിപ്പം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു.
ഇത് എന്താ പ്രശ്നം? ഈ 9,000 രൂപ വീട് വെക്കുന്ന 9,000 സ്ക്വയർ ഫീറ്റിന് വീട് വെക്കുന്ന ആൾക്ക് ബഡ്ജറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, എവിടെയോ ഒരു പ്രൊഫഷണലിനെ ഏൽപ്പിക്കുന്നതിലെന്തോ ഒരു മാനസികമായൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് വളരെ നൈസായിട്ട് പറഞ്ഞത്, ഇത് അയാൾ ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, അയാൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ ഡിസൈൻ ഇല്ലാണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചെയ്തോളാം എന്ന് അയാൾ പറഞ്ഞതാണ് അയാൾ ചെയ്ത മിസ്റ്റേക്ക്. നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇത് തന്നെ ചെയ്തോളാം, ഇങ്ങനെ ഒരു 24 വയസ്സുകാരനെ കൊണ്ട് ചെയ്യിച്ചാൽ ഇതിൻ്റെ പ്രശ്നം തീരും, അല്ലെങ്കിൽ വേറൊരു പ്രശ്നവും വരാനില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചതാണ് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക്. പക്ഷേ ഐഡിയലി അതല്ല വരേണ്ടിയിരുന്നത്. നിങ്ങളുടെ കൂടെ ഒരു ആർക്കിടെക്റ്റും ഇതിൻ്റെ ഒരു സ്കീം ഡിസൈൻ ചെയ്യാൻ ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രോബ്ലംസ് വരില്ല, 100% വരില്ല. കാരണം അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു DB ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക, ഇതിൻ്റെ ഒരു വയറിംഗ് സ്കീം ചെയ്യുക. ഈ പറഞ്ഞ ക്ലയൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിന് പുള്ളി വാല്യൂ കൊടുത്തില്ല. അവിടെയാണ് ശരിക്കും പറയുന്നത് സമൂഹം നേരിടുന്ന ഒരു വലിയത്. ഇതിൻ്റെ അകത്ത് 24-കാരൻ വരച്ചോട്ടെ, 24-കാരൻ പണിതോട്ടെ, എല്ലാം ചെയ്തോട്ടെ, പക്ഷേ അതിനൊന്നും ഒരു തെറ്റില്ല. ചിലപ്പം ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ആൾക്ക് 24 വയസ്സ്, ചിലപ്പോൾ അയാൾ എക്യുപ്ഡ് ആയിരിക്കാം ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം മേൽനോട്ടം കൊടുക്കാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരാളിന് വാല്യൂ കൊടുക്കുകയാണെന്നാണ് ആദ്യമേ തിരിച്ചറിയേണ്ടത്. എന്ന് പറയാൻ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിവില്ല എന്ന് സമ്മതിക്കാൻ തന്നെ നമുക്ക് വേണ്ടതുണ്ട്. അവിടെയാണ് ശരിക്കും പറയാൻ സമൂഹം എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. പറയാൻ എന്തുമ്പോൾ ഒരു ഡോക്ടറുടെ ഒരു പനി വരുമ്പോൾ ഒരു ഡോക്ടറുടെ ഇത് പറയുന്ന പോലെ തന്നെയാണ്. നമുക്കൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു 300 രൂപയുടെ കൺസൾട്ടേഷൻ ഫീ, പിന്നെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും മറ്റേ ടെസ്റ്റ് എടുക്കുക, ഈ ടെസ്റ്റ് എടുക്കുക, ഈ പറഞ്ഞ ടെസ്റ്റുകൾക്ക് വീണ്ടും ഒരു 1000 രൂപ പോവും. പിന്നെ മരുന്ന് എല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ പാരസെറ്റമോൾ മതി എന്നും പറയും. കഴിയുമ്പം പാരസെറ്റമോൾ ആയിരിക്കാം പറയുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നീഡഡ് ദാറ്റ് യു ആർ ചെക്ഡ്, യു തറലി ചെക്ഡ് ആൻഡ് റിവ്യൂഡ് ആസ് ഓക്കെ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആ ഒരു ബഡ്ജറ്റ് നമ്മൾ കരുതി വെക്കണം. ഇനിയെങ്കിലും എന്ന് പറയാൻ സമൂഹം പണ്ടത്തെ ഒരു സമൂഹമല്ല ഇന്നിപ്പം എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും. അപ്പം അതിന് തക്കവണ്ണമുള്ളത് പണിയുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിനെയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഈ ഒരു കൺസൾട്ടൻസി ഫീ ഉണ്ടല്ലോ. അതിപ്പം ഒരു പ്രോജക്റ്റിൽ ഒരു ആർക്കിടെക്റ്റ് മാത്രമല്ല, ഒരു പ്രോജക്റ്റിൽ ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ ഉണ്ട്, ഒരു പ്രോജക്റ്റിൽ ഒരു പ്ലംബിംഗ് കൺസൾട്ടൻ്റ് ഉണ്ട്, ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് ഉണ്ട്, ELV കൺസൾട്ടൻ്റ് ഉണ്ട്, സോളാർ കൺസൾട്ടൻസ് ഉണ്ട്. ഇങ്ങനെ കൺസൾട്ടൻസി ഉണ്ട്. ഞാൻ തുടങ്ങിയ കാലത്തിനേക്കാളും കൺസൾട്ടൻസികളുടെ എണ്ണം കൂടുതലാണ്. അതെ, ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഇന്നിപ്പോൾ ഡെക്കോറിസ്റ്റ് ഉണ്ട്, ലൈറ്റിംഗ് കൺസൾട്ടൻ്റ് ഉണ്ട്, കൺസൾട്ടൻസികൾ ലാൻഡ്സ്കേപ്പ് കൺസൾട്ടൻസി. അതിൻ്റെ അകത്ത് സ്പെസിഫിക്സ് ഓരോരുത്തർക്ക് സ്പെസിഫിക്, അതായത് വേർട്ടിക്കൽ ലാൻഡ്സ്കേപ്പ് മാത്രം ചെയ്യുന്ന കൺസൾട്ടൻസി വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പെസിഫിക്സ് മാത്രം ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ആയി കഴിഞ്ഞു. ഇങ്ങനെ എല്ലാവരുടെയും ഒരു ടീമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ ആളും ഇതിന് ഓരോന്നിലും വാല്യൂ കൊടുത്താൽ അത്രയും റിച്ചാണ് പ്രോജക്റ്റ് വരുന്നത്. അത്രയും ഒരു നല്ല പ്രോജക്റ്റിലോട്ടാണ് ഇത് പോകുന്നത്. നമ്മൾ പറയുന്ന ഒരു ഗുഡ് ഡിസൈൻ. അപ്പം തീർച്ചയായിട്ടും ആ ഡിസൈനിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിന് ഒരു ചിലവുണ്ട്. ഇത്രയും ആൾക്കാർ അടങ്ങുന്ന ഒരു ചിലവുണ്ട്. അവിടെയാണ് അതിൽ ഏതൊക്കെയാണ് ആവശ്യം, ഏതൊക്കെയാണ് തങ്ങളുടെ കോർ നീഡ് എന്നുള്ളത് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ്. 9,000 സ്ക്വയർ ഫീറ്റിന് പോട്ടെ, എൻ്റെ നോട്ടത്തിൽ 5,000 സ്ക്വയർ ഫീറ്റിന് മേലെ പണിയുന്ന എല്ലാത്തിനും ശരിക്കും പറയാം യു ഷുഡ് കൺസൾട്ടൻ്റ് എ നോളജബിൾ പേഴ്സൺ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5,000 സ്ക്വയർ ഫീറ്റിന് എങ്ങനെ നോക്കിയാലും ഒരു 1.5 കോടിക്ക് മേലെ ഒരു ചിലവുണ്ട്. ആ 1.5 കോടി നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഭൂമിയുടെ ഇല്ലാത്ത മണലും ഭൂമിയുടെ ഇല്ലാത്ത റിസോഴ്സസുമാണ് കൺസ്യൂം ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി സ്പെൻഡ് വൈസ്ലി. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ചെറുത് 1,500 സ്ക്വയർ ഫീറ്റ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റ് വേണ്ട. എല്ലാവരുടെ കയ്യിലും ഒരു മിനിമം എക്സ്പ്രഷനുള്ള അറിവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മളൊക്കെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ അങ്ങനെ ഉത്തമത്തിലൊരു അറിവുള്ളവനായതുകൊണ്ട് അല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു ചെറുതാണെങ്കിലും നമുക്കതിങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കാം. നോട്ട് എവരി വൺ ഈസ് കേപ്പബിൾ ടു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ചെറിയതാണെങ്കിൽ നമുക്ക് ചെയ്തോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ വലുതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടൻ്റ് നീഡാണ്. ഇപ്പോൾ ഗവൺമെൻറ്റും പലപ്പോഴും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ പ്രോജക്ട്സ് ആകുമ്പോഴത്തേന് ഇപ്പം എന്താ പറയുന്നത് ഇലക്ട്രിക്കൽ ഓഡിറ്റിംഗ് ഇതെല്ലാം വരുന്നുണ്ട്. പയ്യെ ഇനിയും അതെല്ലാം വളരെ ശക്തമായ റൂളുകളായിട്ട് വരാൻ സാധ്യതയുള്ള റൂളുകളാണ്.
നിങ്ങൾ ഇത്ര ഇലക്ട്രിസിറ്റിയാണ് കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. 9,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേന് ഇത്ര ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു ഇൻഡസ്ട്രിക്ക് കൊടുക്കേണ്ട ഒരു ഇലക്ട്രിസിറ്റിയാണ് ഒരു 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളായിരിക്കും താമസിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല സാമൂഹിക ചിന്തകൾക്കും ഉത്തരം കൊടുക്കേണ്ടതും നമ്മുടെ കയ്യിൽ ധനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു പ്രോജക്റ്റ് ആവരുത് അത്. അപ്പം ഇതുകൊണ്ടാണ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് യു ഹയർ എ പേഴ്സൺ ഫോർ എ ബിഗ് പ്രോജക്റ്റ്. ഇഫ് യു ആർ ഏബിൾ ടു അഫോർഡ്, ട്രൈ ടു അഫോർഡ് എന്നുള്ള രീതിയിൽ എനിക്കെപ്പോഴും അഡ്വൈസ് ചെയ്യാനുള്ളത്. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കേരളത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു രസകരമായ ഒരു ഫിനോമിനാണ് ഈ വീടുകളുടെ മുകളിൽ ട്രസ് വർക്ക് ചെയ്തു വച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി തന്നെ ഭയങ്കര ഒരു സ്ട്രോങ് റിട്ടേൺസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. റൂഫിംഗ് മെറ്റീരിയൽസ് ഇന്ന് ടി വിയിൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, പ്രിൻറ്റ് മീഡിയയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, എല്ലാ രീതിയിലും ഒരിതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത്രയും ഇൻറ്റൻസ് റെയിൻഫോൾ വരുന്നൊരിടത്ത് ഫ്ലാറ്റായിട്ട് ചെയ്ത പല റൂഫുകൾക്കും ശരിക്കും പറഞ്ഞാൽ ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നത്തെ ഒരു ക്ലൈമാറ്റിക് വേരിയേഷൻ. പെട്ടെന്ന് ചൂട്, പെട്ടെന്ന് തണുപ്പ്. അപ്പോൾ സേഫായിട്ട് ഇവരിത് വാട്ടർ പ്രൂഫിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാണ്ട് നേരെ അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് വന്നു. ഈ ഒരു സാധനം സാറിന് തോന്നുന്നുണ്ടോ ഇപ്പോൾ ആ ഒരു വീട്ടിൽ അതിൻ്റെ ഒരു ഏർലി സ്റ്റേജസ് ഓഫ് പ്ലാനിങ്ങിൽ ഒരു സാറിനെ പോലെ ഒരു ആർക്കിടെക്റ്റ് പിക്ചറിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ട്രസ് വർക്കിന് വേണ്ടിയിട്ട് ഇവർ അഡീഷണൽ കോസ്റ്റ് മുടക്കേണ്ടി വരില്ല, മറിച്ച് അത് പ്ലാൻ ചെയ്യുമ്പോഴേ ചിലപ്പോൾ ഇത്രയും മഴയൊക്കെ ഉള്ളതല്ല, നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൈൻഡായിട്ട് തന്നെ വെക്കാം, അതല്ല ഡ്രസ്സാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാം എന്നൊക്കെ ഗൈഡ് ചെയ്യാൻ ഒരു ലാക്ക് ഓഫ് ഗൈഡൻസ് ആണോ ഈ ഒരു പ്രതിഭാസത്തിലേക്ക് നയിച്ചിരിക്കുന്നത്? ലാക്ക് ഓഫ് ഗൈഡൻസ് പറയാൻ പറ്റത്തില്ല, ലാക്ക് ഓഫ് പ്രിപ്പയർഡ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം നമ്മളൊക്കെ ഓരോ പ്രോജക്റ്റിനെ നമ്മൾ സിമുലേഷൻ എന്ന് പറയാം. ഇപ്പം ഒരു കുട്ടി വളരുന്നു, കുട്ടിയുടെ ഇപ്പം ജനിച്ചതേ ഉള്ളൂ, ഇപ്പം അപ്പൻ്റെ അമ്മയുടെയും കൂടെയാണ് കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പം ഹി നീഡ്സ് എ സെപ്പറേറ്റ് റൂം, ഹി ഓർ ഷീ ദ ചൈൽഡ് നീഡ്സ് എ സെപ്പറേറ്റ് റൂം. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ദേ ബിക്കം അനദർ ഫാമിലി. സോ ദിസ് ഹൗസ്. ഇപ്പം ഇങ്ങനെയാണ് ഒരു വീടിൻ്റെ നമ്മളൊരു ഗ്രാഫ് ഇങ്ങനെ തള്ളി നിൽക്കുക. ഇതുപോലെയാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിനും ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ തരണത്? ഈ ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടെ ഉള്ളത് തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ചിലവ് കൂടത്തില്ലേ? ചിലവ് കൂട്ടണോ? കൂട്ടുവാണെങ്കിൽ നമ്മളവിടെ ഡ്രസ്സ് അടിച്ചാൽ ചിലവ് കുറയും, അല്ല ചിലവ് കൂടും, പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഞങ്ങളുടെ അതിനുള്ള ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുമ്പോഴത്തേന് ആ പ്രിപ്പയർഡ്നെസ് ഉണ്ടല്ലോ, ആ പ്രിപ്പയർഡ്നെസ് ആണ് നമ്മൾ ഒരു വീടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്യുപ്പ് ചെയ്യുന്നത്. ഇനി അത് കണ്ടുവാനം കൂടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഷീറ്റ് ഇടാം, അത് ഷീറ്റ് ഇടാൻ പാകത്തിന് വരച്ചോളൂ, ഇങ്ങനെയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ്. സോ ഞാൻ പറയുന്നത് ദിസ് ഡയലോഗ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ബോത്ത് ദ ആർക്കിടെക്ട് ഓർ ദ ഡിസൈനർ ആൻഡ് ദി ക്ലയൻറ്റ്, ദേ ഹാവ് ടു ഈ ഒരു പ്രോജക്റ്റിനെ ഇതുപോലെ സബ്ജക്റ്റ് ചെയ്ത് പല സിറ്റുവേഷൻസിലൂടെ സർക്കംസ്റ്റാൻസ്, ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ സിമുലേഷൻസ് ആണ്. മനസ്സിലായി. ഇനി പോട്ടെ, ഒരു പണിതൊരു വീട് വിൽക്കേണ്ടി വന്നാൽ എങ്ങനെ വിൽക്കും? ഇതൊന്നും ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അസറ്റ് വാല്യൂ കുറയുന്നുണ്ടോ കുറയുന്നില്ലയോ? നമ്മൾ എക്സ്ട്രീമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് പ്രോഡക്റ്റോ അല്ലെങ്കിൽ എക്സ്ട്രീം റിക്വയർമെൻറ്റ്സിലോട്ട്, ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ബെഡ്റൂമേ വേണ്ട, നമുക്കൊരു ഹാള് മാത്രം മതി, ഇത് എക്സ്ട്രീം റിക്വയർമെൻറ്റാണ്. സോ ഈ പറഞ്ഞ പോലെ ഒരു വലിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങനത്തെ ഒരു ഡിസൈൻ, അങ്ങനെയൊക്കെ ഉള്ള പ്രോജക്ട്സ് ഒത്തിരി ഉണ്ട്. ഇപ്പം റിസോർട്ടുകളിൽ പോവുകയാണെങ്കിൽ എന്താ പറയുക, ഷവർ ഏരിയാസിന് ഭിത്തികളില്ല, ദ ബാത്ടബ് ഇസ് കെപ്റ്റ് ഇൻസൈഡ് ദ റൂം. അപ്പം അങ്ങനെയുള്ള ഒത്തിരിയും കോൺസെപ്റ്റ്സ് ഒത്തിരിയും ഇന്നത്തെ കാലത്ത് ഒത്തിരി ഉണ്ട് അങ്ങനെയൊക്കെയുള്ള. പക്ഷേ ദീസ് ആർ ഓൾ ടേക്കൺ ബൈ ദ ക്ലയൻറ്റ് നോയിങ്ലി. അപ്പോൾ നാളെ ഇത് വരുമ്പം ചിലപ്പം ഇത് മറിച്ചൊന്ന് വിൽക്കണം, നാളെ ഒരു ആവശ്യത്തിന് പെട്ടെന്ന് ഇത് വിൽക്കണം എന്ന് വരുമ്പം, അയ്യോ ഇതിനകത്ത് എവിടെ കുളിമുറിക്ക് ഭിത്തിയൊന്നും ഇല്ലേ? മനസ്സിലായി. ഭിത്തിയൊന്നും ഇല്ലാത്ത കുളിമുറിയാണ് നിങ്ങൾ വിൽക്കാൻ വയ്ക്കുന്നത്, അല്ല ഇങ്ങനത്തെ ഒരു വീട് എല്ലാം വിൽക്കുമോ? ഇവിടെയാണ് നമ്മൾ എക്സ്ട്രീം റിക്വയർമെൻറ്റ്സിലൂടെ പോകുമ്പോൾ ഇതിന് അസറ്റ് വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല സിമുലേഷൻസിലൂടെ നമ്മൾ വീടിനെ കടത്തിവിടണം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കടത്തിവിടണം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം. അപ്പോൾ ഇതാണ് ശരിക്കും പറയാം, ഞങ്ങളെപ്പോലുള്ളവർ വരുമ്പോഴത്തേനും നമ്മൾ നിങ്ങൾ വരുമ്പോഴത്തേന് ഇങ്ങനെ ഒരു ആഗ്രഹം അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്തോ ചെയ്യും? നമ്മളാണ്, അതായത് നമ്മളൊരു പ്രോജക്റ്റിനെ നമ്മൾ തന്നെ എത്ര വിമർശിച്ച് എത്ര നമ്മളത് ചെയ്യാൻ അത്രയും പാകത ഈ പ്രോജക്റ്റിനും വരുന്നുണ്ട്.
അപ്പം ആ ഒരു പ്രോജക്റ്റിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചിന്തകളുടെ ഒരു സിമുലേഷനാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഒരു വിധപ്പെട്ട ഇപ്പം എൻ്റെ പൈസ ഇല്ലായിരിക്കും, പക്ഷെ നാളെ മഴ കൂടിയാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇനി അങ്ങോട്ട് മഴ കൂടുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രതിഭാസം മാറുമെന്ന് ചോദിച്ചാൽ ഇല്ല. പെട്ടെന്നുണ്ടാകുന്ന ചൂട്, പെട്ടെന്നുള്ള, അതായത് ഇനി നമ്മൾ പ്രിപ്പയർഡ് ആവേണ്ടത് തീക്ഷ്ണമായ ചൂടും ഭയങ്കരമായ മഴയാണ് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുകൊണ്ടിരിക്കേണ്ടത്. അപ്പം നമ്മുടെ വീടും ഇതുപോലെ എക്യുപ്ഡ് ആവണം. മനസ്സിലായി സാർ. ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ കുറേ നേരത്തെ ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം, ഒരു ക്ലയൻറ്റും ആർക്കിടെക്റ്റും തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് സാറ് പലതവണയും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ വ്യൂവേഴ്സും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ വീട് വയ്ക്കാൻ നിൽക്കുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കോൺവെർസേഷനോടൊപ്പം തന്നെ ഒരു ആർക്കിടെക്റ്റ് ആഡ് ചെയ്യുന്ന വാല്യൂ, എത്രമാത്രം തോട്ട് ആ ഒരു ആർക്കിടെക്റ്റിൻ്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവും, ഒരു സാധനം കൺസീവ് ചെയ്യുമ്പോഴും ഒരു റിയാലിറ്റിയിലേക്കുള്ള ഒരു യാത്രയിൽ എത്രമാത്രം പ്രോബ്ലംസ് വരാമെന്നുള്ള ഒരു എക്സ്പീരിയൻസും ഈ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനുള്ളൊരു ഗൈഡൻസുമാണ് ഒരു ആർക്കിടെക്റ്റ് എന്ന നിലയിൽ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നൊരു വാല്യൂ. ഇപ്പോൾ സാറ് എനിക്ക് കുറേയൊക്കെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും എൻ്റെ ഒരു തോട്ട്സും സാറ് പറഞ്ഞതുമായിട്ട് എക്സ്ട്രീംലി വെൽ അലൈൻഡ് ആയിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഇതിലാണ് കുറച്ചുകൂടെ അതിലേക്കൊരു ക്ലാരിറ്റി വന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മുടെ വ്യൂവേഴ്സിനും ഞാൻ എന്ത് കാരണം കൊണ്ടാണ് ആർക്കിടെക്ട്സ് പിക്ചറിൽ വരണം എന്നുള്ളത് കുറച്ചുകൂടെയും സ്ട്രോങ് ആയിട്ട് പറയുന്നതെന്നും മനസ്സിലാക്കാനും നമ്മുടെ ഓഡിയൻസിനും പറ്റും എന്നുള്ളതിന് എനിക്ക് 100% ഉറപ്പാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ടുഡേ. ഇങ്ങനൊരു ഇൻവിറ്റേഷൻ സ്വീകരിക്കും. നമുക്ക് ഇനിയും ഇതുപോലെ പലതവണയും ഇരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതൊരു പ്ലഷറാണ് പവനോട് ഇത്രയും സംസാരിച്ച്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം വരട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.